أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അധ്യക്ഷവേദിയിലെ ആദരണീയനായ മുജീബ് മിഷ്കാത്തി, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രവാസ ജീവിതത്തിനിടയിൽ നമ്മെ നേരായ ദിശയിൽ നയിക്കാനുതകുന്ന സന്ദേശങ്ങൾ ശ്രദ്ധിക്കുന്നതിനു വേണ്ടി ഇതുപോലെ സമയം കണ്ടെത്തുകയാണ്. സർവശക്തനായ അള്ളാഹു നമ്മുടെ ആത്മാർത്ഥതക്കനുസരിച്ച് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ മാതൃക എന്ന വിശാലമായി വിവരിക്കാൻ മാത്രമുള്ള ഒരു വിഷയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് ശ്രദ്ധയിൽ വെക്കുക എന്നതാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി ആര് എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരമുണ്ടാവുകയില്ല. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മേക്കാൾ ഇഷ്ടം നമ്മുടെ പ്രവാചകനെയാണ് ആയിരിക്കണം. നമ്മെ നേർവഴിയിൽ നടത്താൻ വേണ്ടി സർവശക്തനായ അള്ളാഹു പ്രവാചകനെ നിയോഗിച്ചു. അതുകൊണ്ടാണ് പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ചത്. സൂറത്തുൽ അഹ്സാബിൽ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ആർക്ക്? അള്ളാഹുവേയും പരലോകത്തെയും ലക്ഷ്യം വെക്കുന്നവർക്ക്. അള്ളാഹുവിനെയും പരലോകത്തെയും കാക്ഷിക്കുന്ന ആളുകൾക്കാണ് മാതൃക. ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് റസൂലിൽ എന്തു മാതൃക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവേയും അതേപോലെ തന്നെ പരലോകത്തെയും ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് മാതൃകയുണ്ട്. വദക്കറല്ലാഹ കസീറ, അള്ളാഹുവെ ധാരാളമായി സ്മരിക്കുന്നവർക്ക് പ്രവാചകനിൽ മാതൃകയുണ്ട്. ഇത്ര മാതൃകായോഗ്യനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ഉന്നതൻ എന്നുള്ള നിലക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയാൽ പോരാ. പ്രവാചകൻ്റെ സവിശേഷതകൾ ഓരോന്നും
എണ്ണിയാൽ ഒടുങ്ങാത്ത രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. ഏതായിരുന്നാലും റസൂലുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന ആ കൃത്യമായ പ്രയോഗം, മുഹമ്മദുൻ റസൂലുല്ലാഹി, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ്, വിശുദ്ധ ഖുർആൻ തന്നെ പ്രയോഗിച്ച പ്രയോഗമാണ്. രണ്ട് വശങ്ങൾ, ഒന്ന് മുഹമ്മദ് എന്ന ഒരു വശം, പ്രവാചകനാകുന്നതിന് മുമ്പുള്ളൊരു മുഹമ്മദ് നമുക്കറിയാം. രണ്ട് റസൂലുല്ലാഹി, പ്രവാചകനായതിന് ശേഷം ആ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത, അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ നിലക്ക് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെ അറിയാം? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി നിയോഗിക്കപ്പെട്ടത് നമ്മളെങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാണ്. നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. അല്ലേ? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതിനെ എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. അതാണ് സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പഠിപ്പിച്ചെടുത്ത് ഓരോ ചടങ്ങ് നിർവഹിക്കുമ്പോഴും പ്രവാചകൻ പറയും, ഖുദൂ അന്നി മനാസിക്കക്കും, എന്നിൽ നിന്ന് വേണം നിങ്ങൾ മൻസക്കുകൾ, ആരാധനകൾ പഠിക്കാൻ. ഇങ്ങനെ പ്രവാചകനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളിലും പരലോക വിജയത്തിന് മാതൃകയായി അവലംബിക്കാനുള്ളത്. അതാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന മഅഹു, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും, അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട് കർശന നിലപാടുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ സത്യനിഷേധത്തെ ഒരിക്കലും അടുപ്പിക്കുകയില്ല എന്ന അർത്ഥം. വ്യക്തിപരമായ വിരോധമല്ല, നിഷേധത്തോടുള്ള വിരോധമാണ്. അതേപോലെ തന്നെ റുഹമാഉ ബൈനഹും, അവർ പരസ്പരം കരുണയുള്ളവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, അദ്ദേഹം തൻ്റെ അനുയായികളെ വളർത്തിയെടുത്ത രീതി, നിഷേധത്തോട് അകന്നു നിൽക്കുന്നവരായും വിശ്വാസത്തോട് ഏറ്റവും നല്ല രീതി, വിശ്വാസം പുലർത്തുന്നവരോട് കരുണ വെച്ചു പുലർത്തുന്നവരായും വളർത്തിക്കൊണ്ടുവന്നു. തറാഹും റുക്അൻ സുജ്ജദ, അവരെ നിങ്ങൾക്ക് റുക്കൂ ചെയ്യുന്നവരായി, സുജൂദ് ചെയ്യുന്നവരായി കാണാം. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അവലംബിച്ചവരെ റുക്കൂയിലും സുജൂദിലുമായി അഥവാ ഇബാദത്തിലായി നിങ്ങൾക്ക് കാണാം. എന്തിനാണ് അവരുടെ ഇബാദത്ത്? ഇബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അവർ കാക്ഷിക്കുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരവും നോമ്പും സദഖയും സക്കാത്തും അല്ല, പടച്ചവൻ്റെ കൂലി കിട്ടണമെന്ന് വിചാരിച്ച്, റബ്ബിൻ്റെ വജ്ഹ്, റബ്ബിൻ്റെ തിരുമുഖം കാണണമെന്ന പ്രതീക്ഷയോടെ, വരിളുവാന, റബ്ബിൻ്റെ തൃപ്തി ഉണ്ടാകണം, റബ്ബിൻ്റെ പ്രീതി ഉണ്ടാകണം, റബ്ബിൻ്റെ മുഖം കാണണം, റബ്ബിനെ പരലോകത്ത് സ്വർഗത്തിൽ ചെന്ന് നേരിൽ കാണണം. ഈ രണ്ട് ലക്ഷ്യത്തോടു കൂടിയാണ് അവർ റബ്ബിൻ്റെ ഔദാര്യവും പ്രീതിയും കാക്ഷിച്ചുകൊണ്ട് അവർ എന്തു ചെയ്യുന്നു? ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. കൃത്യമായ റുകൂഉം സുജൂദും. അല്ലേ? സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, ആ സുജൂദിൻ്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് ദർശിക്കാൻ കഴിയും. ദാലിക മസലുഹും ഫി തൗറാത്ത്, വരാനിരിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചും തൗറാത്തിലുള്ള ഉപമയാണിത്. തത്തുല്യമായ ഒരു ഉപമ ഇഞ്ചീലിലും വന്നിട്ടുണ്ട്, അതും എടുത്തു പറഞ്ഞു. എന്നിട്ട് വിശ്വാസികൾക്ക്, ഏറ്റവും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് മഹത്തായ പ്രതിഫലവും പാപമോചനവും ഉണ്ട് എന്ന വാഗ്ദാനത്തോടു കൂടിയാണ് സൂറത്തുൽ ഫത്ഹ് അവസാനിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ രണ്ട് വശം, ഒന്ന് മുഹമ്മദ്, രണ്ട് റസൂലുള്ളാഹ്. അല്ലേ? റസൂലാകുന്നതിന് മുമ്പുള്ള പ്രവാചകന്റെ ആ ജീവിത കാലഘട്ടത്തെക്കുറിച്ച് ഖുർആൻ എന്ത് പറഞ്ഞു? അലം യജിദ്ക യതീമൻ ഫആവ വവജദക ضالൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകൾ ഓരോ നോക്കൂ. യതീമായിരുന്നില്ലേ? ആയിരുന്നു. എന്നിട്ടോ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ കഷ്ടപ്പാടിൽ അലയേണ്ടി വന്നില്ല. ആരും ഏറ്റെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായില്ല. ജാഹിലിയത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ച് യതീമുകൾ അങ്ങാടിയിൽ തെണ്ടിത്തിരിയാൻ വിധിക്കപ്പെട്ടവരാണ്. ബന്ധുക്കൾ വരെ പരിഗണിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കാൻ ചെറുപ്പകാലം മുതൽ ആളുണ്ടായി. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ആദ്യം ഏറ്റെടുത്തു, അബ്ദുൽ മുത്തലിബ്. വിശ്വാസത്തിൻ്റെ പേരിലല്ല, അല്ലാതെ തന്നെ ഏറ്റെടുക്കാൻ അള്ളാഹു അങ്ങനെ ഒരു തൗഫീഖ് കൊടുത്തു. അലം യജിദ്ക യതീമൻ ഫആവ. ചെറുപ്രായത്തിൽ 8 വയസ്സായപ്പോൾ തന്നെ അദ്ദേഹം മരണപ്പെട്ടുപോയി. ആരേറ്റെടുക്കും? അദ്ദേഹത്തിൻ്റെ മക്കൾ ഓരോരുത്തരും, എനിക്ക് പറ്റില്ല, നിങ്ങൾ നോക്കിയതാണ്, കൈവിടുക എല്ലാവരും. ആ കൂട്ടത്തിൽ ദരിദ്രനായ കൂടുതൽ മക്കളുള്ള അബൂ താലിബ് ഏറ്റെടുക്കാൻ തയ്യാറായി. യതീമായപ്പോൾ അദ്ദേഹത്തിന് അഭയം കൊടുക്കുകയാണ്. അലം യജിദ്ക യതീമൻ ഫആവ. ഇത് മുഹമ്മദ് എന്ന വ്യക്തിക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രത്യേകത. വവജദക ضالൻ ഫഹദ,
വഴിതെറ്റിയവനായി കണ്ടു, ഹിദായത്ത് കൊടുത്തു. നോക്കൂ, നബി ആകുന്നതിന് മുമ്പ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ കുമ്പിട്ടിട്ടില്ല, കള്ളുടിച്ചിട്ടില്ല, വ്യഭിചാരത്തിൽ പങ്കെടുത്തിട്ടില്ല, നഗ്നനായി നടന്നിട്ടില്ല. ജാഹിലിയ സംസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രവാചകനാകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന് അള്ളാഹു തന്നെ ഉള്ളിൽ ഒരു മാർഗദർശനം നൽകിയെന്ന് കാണാം. വവജദക ഇലം ഫഅഗ്ന, പട്ടിണി കിടന്നിട്ടുണ്ട്, ആ സമയത്ത് ധന്യത നൽകി, അല്ലേ? അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഓരോ ഘട്ടം, ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് ജോലി സ്വീകരിക്കാനുള്ള അവസരങ്ങൾ, കച്ചവടത്തിനുള്ള വഴി, അതേപോലെ ഖദീജ റളിയല്ലാഹു അൻഹായുമായുള്ള കുടുംബ ബന്ധം, ഓരോന്ന് നിങ്ങൾ പരിശോധിച്ചോളൂ. പട്ടിണി പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു മരണത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടായില്ല. ധന്യത നൽകി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഗുണങ്ങൾ ഓരോന്ന് എടുത്തു പറഞ്ഞു, അല്ലേ? അദ്ദേഹം പ്രവാചകത്വത്തിന് മുമ്പ് വളരുന്നത് അൽ അമീനായിട്ടാണ്. അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുന്ന കാലം വരെയും പ്രവാചകനായതിനു ശേഷം പ്രവാചകന്റെ ആ പ്രവാചകത്വം അംഗീകരിക്കാത്ത ആളുകൾ പോലും കച്ചവടം ചെയ്യാൻ വേണ്ടി, സ്വത്തൊരു കച്ചവടക്കാരനും കൂടിയാണല്ലോ, സ്വത്തുക്കൾ പ്രവാചകന്റെ കയ്യിൽ കൊടുക്കാറുണ്ട്. സ്വത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഒരു ബാങ്ക് പോലെ പലിശയൊന്നും വാങ്ങാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ മുശ്രിക്കുകളായ ആളുകൾ പോലും വിശ്വസ്തയോടുകൂടി സ്വത്തുക്കൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ആട്ടി ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് മദീനയിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രവാചകൻ എന്താ ചെയ്തത്? അവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. ഏതായാലും നിങ്ങൾ ആട്ടി ഓടിച്ച് നിങ്ങളെ കയ്യിലുള്ള പണം എൻ്റെ അടുത്തുണ്ടല്ലോ, അത് ഞാൻ കൊണ്ടോട്ടെ എന്നല്ല പറഞ്ഞു, നിങ്ങൾ ഓടിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത് എന്നല്ല. അത്രമാത്രം വിശ്വസ്തൻ. അൽ അമീൻ. 3 സ്ഥലത്താണ് അമീൻ എന്നുള്ള പ്രയോഗം. ഒന്ന്, പ്രവാചകൻ തന്നെ വിശ്വസ്തനാണ്. 2, പ്രവാചകൻ ജീവിക്കുന്ന നാടിന് അൽ ബലദുൽ അമീൻ, നിർഭയ ഭൂമി എന്നാണ്, അല്ലേ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദുആയാണ് റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിനെ ഒരു നിർഭയമായ മണ്ണാക്കി മാറ്റണമേ, അല്ലേ? ഇനി പ്രവാചകത്വം എങ്ങനെയാണ്? നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. എന്താണ് റൂഹുൽ അമീൻ? വിശ്വസ്താത്മാവാണ് എന്ത് ചെയ്യുന്നത്? വിശ്വസ്തനായ ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. എന്തെങ്കിലും ഒരു പാളിച്ചയിൽ അള്ളാഹ് ഏൽപ്പിച്ചത് കൃത്യമായി എത്തിച്ചു കൊടുക്കും. അങ്ങനെ അപ്പൊ തുടക്കം മുതൽ അമാനത്ത്, വിശ്വാസ്യത, വിശ്വസ്തത, ഈ പ്രത്യേകതയുമായി കടന്നു വരുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ സംബന്ധിച്ച് നമുക്ക് അറിയാം, അല്ലേ? പ്രവാചകന്റെ കൽബ് ലോകത്തെ ഏറ്റവും നല്ല കൽബാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്വഹാബികൾ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല നളറ ഫീ ഖുലൂബിൽ ഇബാദി ബഅദ ഖൽബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ കൽബ് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും നല്ല കൽബ് ആരുടേതാണെന്ന് അള്ളാഹു നോക്കി. നബിയുടേത് കഴിഞ്ഞിട്ടേ നോക്കിയിട്ടുള്ളൂ, കാരണം നബിയുടേതാണ് ഏറ്റവും നല്ല കൽബ്. എന്നിട്ടോ എന്താണ് കണ്ടത്? ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സ്വഹാബത്തിന്റെ കൽബാണ് ഏറ്റവും നല്ല കൽബ്. പ്രവാചകന്റെ ഉത്തമ മാതൃക പഠിക്കുമ്പോൾ ഇത് മനസ്സിൽ വേണം. കാരണം എന്താ? ആ മാതൃക ദർശിക്കേണ്ടത് സ്വഹാബികളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മൾ കാണുന്നത് എവിടെയാണ്? അദ്ദേഹം വളർത്തിയെടുത്ത സ്വഹാബത്തിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാതൃക അത് അദ്ദേഹം വളർത്തിയെടുത്ത സ്വഹാബികളിലാണ് കാണുക എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞ ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ സ്വഹീഹായി ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടോ ആ സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ആ ജനതയെക്കുറിച്ച്, ഫജഅലഹും വസറാഅ നബിയിഹി, ആ സമൂഹത്തെ നബിയുടെ സഹായികളാക്കി മാറ്റി അല്ലാഹു. യുഖാതിലൂന അലാ ദീനി, പ്രവാചകൻ കൊണ്ടുവന്ന ആ ദീനിന് വേണ്ടി പോരാടുന്നവരാക്കി മാറ്റി. എന്നിട്ട് നമ്മളോട് പറയാണ്, ഫമാ റആഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. ആ സ്വഹാബികൾ നന്മയായി കണ്ടതാണ് അള്ളാഹുവിൻ്റെ അരികിലെ നന്മ. അള്ളാഹ് പഠിപ്പിച്ച നന്മയൊക്കെ അവിടെ ഉണ്ട്, സ്വഹാബത്തിൻ്റെ അടുത്തുണ്ട്. വമാ റഔഹു സയ്യിഅൻ ഫഹുവ ഇൻദല്ലാഹി സയ്യി. സ്വഹാബികൾ മോശമായി കണ്ടതാണ് അള്ളാഹുവിങ്കൽ മോശം. തിന്മ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ എന്തൊക്കെ തിന്മയായി കണ്ടു അതാണ് തിന്മ. നന്മ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ എന്തൊക്കെ നന്മയായി കണ്ടു അതാണ് നന്മ. സ്വഹാബികളെ നമ്മൾ മാതൃകയാക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റൊന്നുകൊണ്ടുമല്ല, അവരെ വളർത്തിയെടുത്തത് പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഖുർആൻ്റെ ആയത്ത് ഓതി കൊടുത്ത് നന്നാക്കി. ആദ്യം നന്നാക്കി പ്രവാചകന്റെ മാതൃക ആദ്യം അഖീദയിലാണ്.
അതിൻ്റെ പ്രധാനപ്പെട്ടൊരു വശം നമ്മൾ ശ്രദ്ധിച്ചു, ഞാനത് ആവർത്തിക്കുന്നില്ല. അഖീദയിലാണ് ആദ്യത്തെ നന്നാക്കൽ. എങ്ങനെ? കല്ലിനെയും അതേപോലെ തന്നെ കരടിനെയും നിസ്സാരരായ സൃഷ്ടികളെയും നക്ഷത്രഗോളങ്ങളെയും മലക്കുകളെയും പ്രവാചകന്മാരെയും വരെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ആ സമൂഹം, അവരെ തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് അവരെ ബോധ്യപ്പെടുത്തിയത്. അർഹതയുള്ളവനെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങളെ സൃഷ്ടിച്ചവൻ, സാക്ഷാൽ ആരാധ്യൻ, അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥൻ, ആരാധനയ്ക്ക് യോഗ്യതയുള്ളവൻ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. കാര്യകാരണങ്ങൾ നിരത്തിയിട്ട് നിങ്ങളെ സൃഷ്ടിച്ചു, പൂർവികരെ സൃഷ്ടിച്ചു, ഭൂമിയെ വിരിപ്പാക്കി, ആകാശത്തെ എടുപ്പാക്കി, അതിൽ നിന്ന് മഴ ചൊരിഞ്ഞു, ആ മഴ മുഖേന കനികൾ ഉൽപ്പാദിപ്പിച്ചു, കാണാൻ കണ്ണുകൾ നിങ്ങൾക്ക് നൽകി, കേൾക്കാനുള്ള കാതുകൾ, പിടിക്കാനുള്ള കൈകൾ, നടക്കാനുള്ള കാലുകൾ, ഇതൊക്കെ നൽകി. ആർക്കും എതിര് പറയാനില്ല. ഇതൊക്കെ ആരാ ചെയ്തത്? അവരെ അങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടുവന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉദാഹരണം നിങ്ങൾ നോക്കൂ. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ തൗഹീദ് പുൽകി ആദ്യകാലത്ത് തന്നെ. അതുമായി വീട്ടിൽ ചെന്നു. വീട്ടിൽ ബഹുദൈവാരാധനയാണ്. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. ബഹുദൈവാരാധന അത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്തതാണ്. അനശ്വര നരകം വിധിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഷിർക്കിന്റെ ഇരുട്ടിൽ നിന്ന് തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് വന്ന അമ്മാർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിൽ ആ മാറ്റം വരുത്താൻ ആഗ്രഹിച്ചു. നബിയുടെ മാതൃക സ്വീകരിച്ച അങ്ങനെ ആദ്യം തൗഹീദിലേക്ക് വരണം, ഷിർക്കിൽ നിന്ന് ശുദ്ധിയാകണം. ഉമ്മയും വാപ്പയും കേട്ടില്ല. കുറേ ദിവസം അദ്ദേഹം ക്ഷണിച്ചു നോക്കി, വന്നില്ല. ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു, വീട്ടിലെ ആ കോവിലിൽ, വീട്ടിൻ്റെ അകത്തുള്ള ആരാധനാമുറിയിൽ, പൂജാമുറിയിലുള്ള വിഗ്രഹത്തെ ഒന്ന് ഒളിപ്പിച്ചു വെക്കാം. എന്നാലെങ്കിലും അവർ ചിന്തിക്കട്ടെ, ദൈവത്തെ തിരഞ്ഞെടുത്തിട്ടെങ്കിൽ ഇതിന് കഴിവില്ല എന്നൊന്ന് മനസ്സിലാക്കട്ടെ. അതിനുവേണ്ടി അവർ കിടന്നുറങ്ങുമ്പോൾ ആ വിഗ്രഹത്തെ എടുത്തു മാറ്റുമ്പോൾ ഉമ്മ എണീറ്റു. പെട്ടെന്ന് ഉമ്മ എണീറ്റെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ വിഗ്രഹം താഴെ വീണ് പൊട്ടി. അദ്ദേഹം പതറിയില്ല. ഉമ്മ വലിയൊരു ശബ്ദം ഉണ്ടാക്കി ബേജാറായിട്ട്, ദൈവമല്ല താഴെ വീണ് കിടക്കുന്നത്. അപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട്, അവരോട് ചോദിച്ചു, ഉണ്ടല്ലേ, ഇത് ശരിക്കും ദൈവമാണെങ്കിൽ ഇവിടെ എങ്ങനെ കഷ്ണമായിട്ട് ഇളകി കളിക്കും നിലത്ത്? ഉമ്മ ഒന്ന് ചിന്തിക്കും. ആ പാതിരാവിൽ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു, പാപ്പയും സ്വീകരിച്ചു. നമ്മൾ പറയേണ്ട താമസം ഉണ്ടാവുള്ളൂ. ചിലർക്ക് ഒരവസരം കിട്ടണ്ടേ? അവർക്ക് പ്രവാചകനിൽ നിന്ന് മാതൃക കിട്ടിയാൽ പിന്നെ അവർക്ക് ഉറക്കല്ല. സ്വന്തം വീട്ടുകാരെ സ്വീകരിക്കാഞ്ഞിട്ട് വെപ്രാളമാണ്, അല്ലേ? വേറെ ഒരു മനുഷ്യൻ സയ്യിദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തീരുമാനിച്ചത് എന്തെന്നറിയാമോ? വാപ്പാനോട് പറഞ്ഞിട്ടും നന്നാവുന്നില്ല. അവസാനം വാപ്പാനോട് പറഞ്ഞു, ഇനി ചോറ് തരണമെങ്കിൽ, ഭക്ഷണം തരണമെങ്കിൽ തൗഹീദ് സ്വീകരിക്കണം. പട്ടിണിയായി അദ്ദേഹം. വാപ്പാക്ക് തിന്നാൻ കൊടുക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഇനി എൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം. അദ്ദേഹത്തിന് തയ്യാറല്ല. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിൽ വന്നിട്ട് പരാതി പറഞ്ഞു, നിങ്ങളെ മതത്തിൽ ചേർന്നതിന് ശേഷം എൻ്റെ മോൻ എനിക്ക് തിന്നാൻ തരുന്നില്ല, നിങ്ങളുടെ മതത്തിൽ ചേർന്നതിന് ശേഷം എൻ്റെ മോൻ എനിക്ക് ഭക്ഷണം തരുന്നില്ല. നിൻ്റെ മതത്തിൽ അങ്ങനെ ഉണ്ടോ? നിൻ്റെ മതം സ്വീകരിക്കാത്ത വാപ്പാർക്ക് ഭക്ഷണം കൊടുക്കരുതെന്നുണ്ടോ എന്ന് ചോദിച്ചു. സൂറത്തുൽ ബഖറയിലെ 272 ആയത്ത് ആ മകനെ വിളിച്ച് ചോദി കേൾപ്പിച്ചു. ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും. ഒരാളെ ഹിദായത്തിലാക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കും. നിങ്ങൾ ചെലവിന് കൊടുക്കുന്നത് നിങ്ങളുടെ നഫ്സിന് വേണ്ടി. അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ആദ്യം ചെലവാക്കേണ്ടത് വാപ്പാക്കാണ്. മുസ്ലിമാണോ അല്ലേ നോക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? അത് അവിടെ പ്രവാചകൻ തിരുത്താണ്. ഒരാൾ ദഅവത്തിന്റെ വിഷയത്തിൽ തെറ്റിയാൽ പ്രവാചകൻ പറഞ്ഞത് പാടില്ല. ഖുർആൻ ആയത്തോതി എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി ശുദ്ധീകരിക്കാൻ തെളിവാണ് ഞാൻ പറയുന്നു. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം, നന്നാക്കിയെടുത്ത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്ത്? ബലപ്രയോഗം പാടില്ല, പ്രലോഭനവും പാടില്ല, പ്രകോപനവും പാടില്ല, തെളിവ് നിരത്തെ ക്ഷണിക്കുക, അതാണ് ജോലി. 2 വിഷയം തൗഹീദിലേക്ക് ക്ഷണിച്ചൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു കാര്യം കൂടി പറയാം. ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓടി വന്നിട്ടൊരു പരുക്കൻ മുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ്റെ കഴുത്തിലിട്ട് മുറുക്കിയാണ് പിടിച്ചു. കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, കുറേ ബഹളം വെച്ചു. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി വന്നപ്പോൾ നബി തടഞ്ഞു. അത്ര വലിയ പ്രയാസമൊന്നുമില്ല, കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവരടങ്ങിയിരുന്നു. അദ്ദേഹം തല്ലാമെന്നാണ്. അവരടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹുസൈൻ ഇബ്നുൽ മുൻസിർ. ആ ഹുസൈൻ ഇബ്നുൽ മുൻസിർ ചോദിച്ചു, നീ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് വാദിക്കുന്നുണ്ടോ? നീ ഞങ്ങളുടെ ഈ ദൈവങ്ങളൊക്കെ ആരാധിക്കരുത് എന്ന് വാദിക്കുന്നുണ്ടോ? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വാദിക്കുന്നുണ്ടോ? കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു മുശ്രിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പറയാൻ പറ്റണ്ടേ? കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയിട്ടായി ചോദ്യമൊക്കെ, ഗുണ്ടായിസം. അവസാനം അദ്ദേഹം ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചാണ് തീർന്നു.
ഫലമ്മാ സക്കത്ത, അദ്ദേഹം അടങ്ങിയപ്പോൾ ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കം ഇലാഹൻ തഅബുദ്, നീ എത്ര ദൈവത്തെ ആരാധിക്കുന്നുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഅബുദു സബ്അതൻ സിത്തത്തൻ ഫിൽ അർദ്. അപ്പോൾ ആവേശമൊക്കെ തണുത്തു. നബി അന്നേരം തന്നെ അതിന് പ്രതികരിക്കാൻ നിന്നാലും ചുറ്റുപാടുള്ളൊരു ബഹളം വെക്കാൻ നിന്നാൽ ഇയാൾക്ക് ഇത് പറഞ്ഞെടുക്കാൻ പറ്റില്ല. നബി ആരെയും ബഹളം വെക്കാൻ ശ്രമിച്ചാലും നബി ബഹളം വെച്ചതില്ല, മിണ്ടാന്ന്. അയാൾക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞ് വെച്ച്, നീ എത്ര ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്? അത് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഅബുദു സബ്അതൻ, ഞാൻ 7 ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. സിത്തത്തൻ ഫിൽ അർദ് വവാഹിദൻ ഫിസ് സമാ, ഞാൻ ഭൂമിയിലുള്ള 6 ദൈവങ്ങളെയും ആകാശത്തുള്ള അള്ളാഹിനെയും ഞാൻ ആരാധിക്കുന്നുണ്ട്. അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്, ഇവിടെയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫൈദാ ഹലക്കൽ മാല ഫമൻ തദു, നിന്റെ സ്വത്ത് നശിച്ച് കച്ചവടമൊക്കെ പൊളിഞ്ഞ് നീ തൊലഞ്ഞു പോയാൽ നീ ആരോടാ പ്രാർത്ഥിക്കാൻ? മൻ ഫിസ് സമാ, ഞാൻ ഉപരിയിലുള്ളവനോട് അള്ളാഹിനോട് പ്രാർത്ഥിക്കും. മഴയില്ലാതെ വരൾച്ചയിൽ കഷ്ടപ്പെട്ടാൽ വെള്ളം നീ ആരോട് ചോദിക്കും? ഞാൻ അള്ളാഹിനോട് ചോദിക്കും. രോഗം വന്നാൽ അത് ശിഫയാകാൻ നീ ആരോട് ചോദിക്കും? ഞാൻ അള്ളാഹിനോട് ചോദിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു, അത് ശരി, നിന്റെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുന്നത് ആകാശത്തുള്ളവൻ അള്ളാഹു, ഉപരിയിലുള്ളവൻ. നന്ദി കാണിക്കുന്നത് ഭൂമിയിലുള്ള നിന്നെപ്പോലുള്ള സൃഷ്ടികൾക്കാണോ? അയാൾ മാറി, അയാൾക്ക് പിന്നെ മറുപടി പറയാനില്ല. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ആൾ കേൾക്കണം. ദൈവങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അസുഖം മാറാൻ, അല്ലേ, ICUവിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഭഗവാന്മാർക്ക് വേണ്ടി, ബാബമാർക്ക് വേണ്ടി ആരാധന നടക്കുക. അങ്ങനത്തെ നാട്ടിൽ നമ്മൾ അവരോട് നമ്മളൊന്നിങ്ങനെ ചോദിച്ചു നോക്കൂ, ചോദിച്ചാൽ മാറും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിൽ ഒന്നാമത്തേത് തൗഹീദ് ഉൾക്കൊള്ളലും തൗഹീദിലേക്ക് ക്ഷണിക്കലുമാണ്. അത് നമ്മുടെ ഒന്നാമത്തെ ബാധ്യത. നാളത്തേക്ക് വെക്കാനുള്ളതല്ല. നമ്മുടെ പരിസരത്തുള്ള ഒരാൾ ശിർക്കിൻ്റെ വക്താവാണെങ്കിൽ ആദ്യം സ്വന്തം സമുദായത്തിൽ അള്ളാഹുവേ എന്നുള്ള വിളിക്കുന്ന നാവ് കൊണ്ട് മുഹമ്മദ് നബി എന്ന് വിളിക്കുന്ന ഒരാളാണെങ്കിൽ, മൊയ്തീൻ ശൈഖ് എന്ന് വിളിക്കുന്ന ഒരാളാണെങ്കിൽ തിരുത്തൽ നമ്മളെ ജോലിയാണ്. വാശി കാണിച്ചല്ല തിരുത്തൽ, ശാഠ്യം പിടിച്ചല്ല തിരുത്തൽ, പ്രാകൃത സ്വഭാവം കാണിച്ചല്ല തിരുത്തേണ്ടത്. പിന്നെ ചിന്തിക്കാൻ അവസരം കൊടുക്കണം. തെളിവാണ് അവരുടെ മുന്നിൽ. അതിൻ്റെ ലളിതമായ ചില ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ നിയുക്തനാണ്. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും താങ്കൾ നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അങ്ങനൊരു സവിശേഷത കൊടുത്തിട്ടുണ്ട്. നമ്മളെ നേരിലേക്ക് നയിക്കേണ്ട ഡ്യൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. പക്ഷെ നബി ഉദ്ദേശിക്കുന്നവരൊക്കെ നേർവഴിയിലാക്കാൻ പറ്റൂല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന് പറഞ്ഞത് സ്വന്തം പിതൃവിൻ്റെ കാര്യത്തിലാണ്. ഭൗതികമായ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തിരുന്നു അബൂ ത്വാലിബ്. ഹിദായത്തിൽ കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവസരം കൊടുത്തില്ല. അവിടെ ഹിദായത്ത് അള്ളാഹുവിൽ നിന്നാണ് ഏറ്റവും വലിയ തെളിവാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവാചകന്റെ മാതൃക ജീവിതത്തിൽ ഉടനീളം നമ്മൾ അവലംബിക്കണം. അതിൽ ഈ ഒരു ആദർശത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മൾ ജീവിത സംസ്കാരത്തിൽ സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട്. മാതൃക എല്ലാ വശം കൂടി പറയാൻ നമുക്ക് ഇന്ന് നേരല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുടെ ഉദാഹരണങ്ങൾ മാത്രം. ഒരു ദിവസം ഒരഅറാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഫാത്തിഹ പഠിച്ചു, നിസ്കരിക്കാൻ പഠിച്ചു. ഒന്നാമത്തെ ദിവസം തന്നെ. ഇതിൻ്റെ അവസാന ഭാഗമൊക്കെ എല്ലാവർക്കും അറിയാം, തുടക്കം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നപ്പോൾ നബി അങ്ങ് ഇഷ്ടപ്പെട്ടു. നബിയുടെ സ്വഭാവം, പെരുമാറ്റം മനസ്സിലായില്ല. ഒരു അറാബിയ വന്നത്. നബിയെ പിന്നെ ഒരു സാധാരണക്കാരനല്ലെന്ന് വിചാരിച്ചാൽ അയാൾ ശ്രദ്ധിക്കാതെ അങ്ങ് വിട്ടൊന്നുമില്ല. അയാൾ അടുത്തിരുത്തി വിഷയങ്ങൾ ഓരോന്ന് പഠിപ്പിച്ചെടുത്തു. അവഗണിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് നബിയെ ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ആൾ വലിയ ജാടക്കാരനാണ്, കിബറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശീലിച്ചിട്ടേ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദ്യമായി അദ്ദേഹത്തെ വരവേറ്റു, അദ്ദേഹത്തിന് ഇസ്ലാം പഠിപ്പിച്ചെടുത്തു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, നിസ്കരിച്ചു. നബിയോടുള്ള ഇഷ്ടം കൊണ്ട് ആ മനുഷ്യൻ എന്ത് ദുആ ചെയ്തെന്ന് അറിയോ? അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദൻ വലാ തർഹം മഅനാ അഹദൻ. എന്നോടും മുഹമ്മദിനോടും നീ കരുണ കാണിക്കണമേ, ലോകത്ത് വേറൊരാളോടും നീ കരുണ കാണിക്കരുതേ. ആ അറാബിൻ്റെ ദുആ. അറാബിയല്ലേ, അയാൾ അങ്ങനെ പഠിച്ചത്. അത് എന്നോടും കരുണ കാണിക്കണം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ കാണിക്കണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ലഖദ് ഹജർത വാസിയ, അള്ള വിശാലമാക്കിയത് നീ ചെറുതാക്കിയല്ലോ. അള്ള എല്ലാവരോടും കരുണ കാണിക്കാനാണ് തീരുമാനിച്ചത്. വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ നോക്കാതെ റഹ്മാനല്ലേ പഠിച്ചാൻ. ദുനിയാവിൽ മഴ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആരോഗ്യം കൊടുക്കുന്നുണ്ട്, നല്ല ജോലി കൊടുക്കുന്നുണ്ട്, നല്ല കുടുംബത്തെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ദുനിയാവിൽ അള്ളാഹ് നോക്കല്ല, ഉണ്ടോ? റഹ്മാനാണ്. അള്ളാഹ് എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചൊരു റഹ്മത്ത്, അത് നീ എന്തിനാ ചുരുക്കിയത്? നമ്മൾ രണ്ടാൾക്ക് മാത്രം, അത് ശരിയല്ല എന്ന് പറഞ്ഞു നല്ല ആൾക്ക് പറഞ്ഞു. അയാൾക്ക് മനസ്സിലായി. എല്ലാവർക്കും കാരുണ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വിളിച്ചു. ഇതാണ് നബിയുടെ മാതൃക. നമ്മളോ
എല്ലാവർക്കും കരുണ കിട്ടണം എന്നൊക്കെ പറയും, പക്ഷെ അയാൾക്ക് കിട്ടരുത്. അയാൾ എൻ്റെ ആളല്ല, അയാൾ എനിക്ക് അന്ന് പാര വെച്ച ആളാണ്, എനിക്ക് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളാണ്, എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ ആളാണ്. അങ്ങനെയല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ കുടുംബക്കാരനായിരിക്കും, ചിലപ്പോൾ അടുത്ത ആളെ, ചിലപ്പോൾ സഹപ്രവർത്തകർ, റൂം കിടക്കുന്ന ആളായിരിക്കും. നമുക്ക് ഏതെങ്കിലും മനുഷ്യന്മാരല്ലേ അടുത്തടുത്തിരിക്കുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ഒരൊറ്റ കാരണം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ആളുകളിൽ പോലും നഷ്ടമുണ്ടായാൽ സന്തോഷിക്കുന്നവർ അല്ലേ. അതേപോലെ തന്നെ അവർക്ക് കരുണയുണ്ടാകുന്നത് ഉൾക്കൊള്ളാൻ മനസ്സിന് വിശാലത ഇല്ലാത്തവർ. ഞാൻ 10-20 കൊല്ലമായിട്ടൊരു നല്ല ജോലി ഇതുവരെ ആയിട്ടില്ല, ആകെ 3 കൊല്ലമായിട്ടുള്ളൂ, എൻ്റെ അത്ര വിദ്യാഭ്യാസ ഗതി, എവിടെ അവൻ എത്തിപ്പെട്ടത്, എന്തിനാ അസൂയപ്പെടുന്നത്? ഒരാൾക്ക് ഹൈർ കിട്ടിയാൽ ബാറക്കല്ലാഹു ഫീക്ക്, പഠിച്ചാൽ നമുക്ക് ഹൈർ കിട്ടും, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു പഠിക്കേണ്ടത്. ശൈത്താൻ സമ്മതിക്കൂല, മനസ്സ് കൊടുക്കും. അതാ നബി ലഖദ് ഹജർത വാസിയ, മനസ്സിൽ വെച്ചോളൂ, നിന്റെ മനസ്സിനെ അള്ളാഹു കുടുസാക്കിയിരിക്കുന്നു. നോക്കണം, അള്ളാഹ് വിശാലമാക്കിയതിനെ നീ കുടുസാക്കിയിരിക്കുന്നു. നമ്മൾ അള്ളാഹ് വിശാലാക്കിയത് എന്ത് ചെയ്യരുത്, കുടുസാക്കരുത്. അള്ളാഹ് ആർക്കാ എപ്പോഴാണ് നിയമത്ത് തീർക്കാന്ന് നമ്മൾ അസൂയപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടിയില്ല, അവൻ്റെത് കുറയില്ല. മനസ്സിലായില്ലേ? വേറൊരാൾക്ക് കിട്ടിയ അയാൾക്കെങ്കിലും കിട്ടിയാലും സന്തോഷിക്കുക. നമ്മളും അൽഹംദുലില്ലാ എന്നാണ് പറയേണ്ടത്. നമ്മൾ അദ്ദേഹത്തിന് അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടത്. എന്നാൽ നമ്മളെ കണ്ണയാൾക്ക് തട്ടൂല. മനസ്സിലായില്ലേ? കണ്ണേറ് തട്ടാതിരിക്കാൻ നല്ലത് ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറയാം. എങ്ങനെ ഒരാൾക്കൊരു ഹൈർ കിട്ടിയാൽ, ഞാൻ ഇത്രയും കാലമായിട്ട് നേടിയെടുക്കാൻ പറ്റതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, മനസ്സിലായില്ലേ, ബാറക്കല്ലാഹു ഫീക്ക്. ഇങ്ങനെ പറയണമെങ്കിൽ കുറച്ച് വിഷമമുണ്ട്, ഇത് ക്ലാസ് എടുക്കുന്ന മാതിരി എളുപ്പമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ പ്രവാചകൻ്റെ മാതൃകയിൽ നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഈ മനുഷ്യനാണ് അപ്പം തന്നെ മടങ്ങിപ്പോകുമ്പോൾ അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ച്, ബാക്കി നിങ്ങൾക്ക് അറിയാം. ഈ മനുഷ്യനാണ് ആ പള്ളിയിലിരുന്ന് ചെയ്ത് മൂത്രമൊഴിച്ച്. അപ്പോൾ സ്വഹാബികൾ, ഹദീസിലുള്ള വാക്ക് തന്നെ അദ്ദേഹത്തെ അടിക്കാൻ ഓങ്ങിയെന്ന്, അടിക്കാൻ വേണ്ടി സ്വഹാബികൾ വന്നപ്പോൾ നബി തടഞ്ഞു. നേരത്തെ ആ കഴുത്തിൽ മുണ്ടിട്ട ആൾ തടഞ്ഞില്ലേ, അടിക്കാൻ വന്നപ്പോൾ തടഞ്ഞു, അതേപോലെ തടഞ്ഞു. നബി സല്ലല്ലാഹു സ്വഹാബത്തിന് തർബിയത്ത് ചെയ്തെടുക്കുകയാണ്, ഒറ്റ സൗണ്ട് അല്ലല്ലോ. എന്നാലും യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കിഹിം, ആയത്തുകൾ ഓതിക്കൊടുക്കും, അവരെ നന്നാക്കിയെടുക്കും. അപ്പോൾ ആയത്തിനനുസരിച്ച് അവരെ ശുദ്ധീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വേണ്ട, അയാൾ മൂത്രമൊഴിക്കട്ടെ. മൂത്രമൊഴിച്ചിട്ട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കഥയൊക്കെ കുട്ടികൾക്ക് പോലായിരുന്ന കഥയാണ്. അവിടെ വെള്ളം ഒഴിച്ചു. എന്നിട്ട് പ്രവാചകൻ അറാബിയെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു, ഇന്നഹാദിഹിൽ മസാജിദ്, മോനത് പള്ളിയാണ്. പള്ളികളെന്ന് പറഞ്ഞാൽ ലാ യസ്ലുഹു ഫിഹാ ശൈഉം മിനൽ അദാ വൽ ഖദർ, ഈ പോലെ മാലിന്യങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല, മൂത്രമൊഴിക്കാനുള്ള സ്ഥലമല്ല പള്ളികൾ. വ ഇന്നമാ ഹിയ ലിസ്സലാ വസിക്ർ വഖിറാഅത്തിൽ ഖുർആൻ, പള്ളി നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പള്ളി നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനുള്ളതാണ്. നമുക്ക് അങ്ങാടി വർത്താനം പറയാനും വാണിഭം നടത്താനും കച്ചവടം നടത്താനും പറ്റിയ സ്ഥലമല്ല എന്ത്, പള്ളീൻ്റെ അകത്ത് വിചിന്തനം പോലും കച്ചവടം ചെയ്യാൻ പാടില്ല, പുറത്തു പോയിട്ട്. എന്താ കാര്യം? അതിനുള്ളതാണ് പള്ളി. നബി സാം പഠിപ്പിച്ചെടുത്തു അദ്ദേഹത്തിന്, പള്ളിയിൽ മൂത്രമൊഴിക്കരുത്. ഇനി ആ മനുഷ്യൻ എങ്ങനെയാണ് അദ്ദേഹത്തോട് പെരുമാറേണ്ടത്? ഒന്നാമത്തെ ദിവസം പ്രവാചകൻ്റെ അരികിൽ വരുന്ന ഒരാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലേ? നമ്മളൊരു ബസ് കയറി തൊട്ടടുത്തുള്ള നമ്മളെ കാലിൽ ചവിട്ടിയാൽ നമ്മൾ പരിചയമില്ലാത്തവരാണെങ്കിൽ നമ്മളെ തനി സ്വഭാവമാണ് കാണും എല്ലാവരും. പിന്നെ നമ്മൾ എന്തിനാണ് മുസ്ലിമായത്, എന്തിനാ മുവഹിദായത്, എന്തിനാ സലഫിയായത്? ചിന്തിക്കണം. മാതൃക നബിയുടേതാണെന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ പോരാ, ഞാനാണ് ആദ്യം ഉൾക്കൊള്ളേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുമാണ് അത് സ്വീകരിക്കേണ്ടത് അല്ലേ? ഇങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ്, മുസ്ലിമിൽ നിന്നാണ് ഞാൻ ഈ സംഭവം വിശദമായിട്ട് നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി നബി ഉപദേശിക്കുന്ന രീതികൾ നോക്കൂ. ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടി അല്ലേ, ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹീഹ് ബുഖാരിയിൽ കാണാം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയോട് പ്രവാചകൻ പറയാണ്, മോനെ സമ്മില്ല, ബിസ്മി പറയും. കുട്ടികളെ ഉപദേശിക്കേണ്ട രീതി ബിസ്മില്ല, സമ്മില്ല, നീ ബിസ്മില്ല എന്ന് പറ മോനെ, ബിസ്മില്ല ചൊല്ലിയിട്ട്. വക്കുൽ ബി യമീനിക്, മോനെ വലത്തെ കൈ കൊണ്ട് തിന്നണം. വക്കുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്തും തിന്നണം. നമ്മളൊരു മണി വറ്റ് താഴെ വീണാൽ ബിസ്മില്ല എന്നാൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടാ ബാക്കി. മനസ്സിലായോ? നല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നബി സാം പറയാം, കുട്ടികളെ എങ്ങനെയാണ് പരിശീലിപ്പിക്കേണ്ടത്, യാതൊരു ബോധമില്ല, അവിടെ ആക്കി എനിക്കെന്താ ബിസ്മില്ലാൽ. ഞാൻ ഭാഷ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, പിന്നെ ഞാൻ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളെ കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തിനാ ഈ ചെറുപ്പം മുതലേ ചാട്യം കാണിക്കണം? 2-2.5 വയസ്സായ കുട്ടികളോടൊക്കെ ചില ഉമ്മാർ വർത്താനം പറയണത് കേട്ടാൽ അവകാശമുണ്ട്, നൊന്ത് പറ്റതൊക്കെ തന്നെയാണ്. പക്ഷെ കുട്ടികൾക്ക് അത് മനസ്സിലാകുന്ന പ്രായമല്ല. നിങ്ങൾ ഉള്ള സ്നേഹം ഉണ്ടായിട്ടാണ് പറയണമെന്ന് മനസ്സിലാക്കാൻ മാത്രം കുട്ടികളായിട്ടില്ല. എന്തിനാ ചെറുപ്പത്തിലെ നമ്മളോട് അകന്നു നിൽക്കാൻ, ഉമ്മാനെ കാണാമെന്നാൽ മതിയായിരുന്നു, അപ്പ വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ എന്തിനാ കുട്ടികളെ ലാളിച്ച് വഷളാക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞ അർത്ഥമല്ല. 10 വയസ്സിൻ്റെ മുകളിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ കാണുന്നൊരുത്തൊരു വടിയും വേണം. ഹദീസാ, മനസ്സിലായില്ലേ? ഒരാൾക്കൊരു ഭാര്യ ഉണ്ടെങ്കിലും
10 വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിലും കാണുന്നിടത്തൊരു ചാട്ടവാർ വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്നഹു അദബുല്ലഹും, ഭാര്യക്കും മക്കൾക്കും അതൊരു അദബാണ്. എൻ്റെ വകയല്ല, സ്വഹീഹ ഹദീസാണ്. എന്തിനാ ഈ 10 വയസ്സ് താഴെയുള്ളവർക്ക് അതിന് കുട്ടിയൊക്കെ വേണ്ടി നിങ്ങൾ പടിയെടുക്കണം? മുകളിലുള്ള എടുക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലാണ് കൃത്യമായിട്ട് പഠിപ്പിക്കുക, വളരെ കൃത്യമായി ആ രൂപത്തിൽ. ഇനി പ്രവാചകൻ്റെ ശൈലി നിങ്ങൾ നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലൂടെ ഈ ജൂതന്മാർ വരും. അവർ സലാം അല്ലല്ലോ പറയാം, അസ്സലാമു അലൈക്കും എന്ന് പറയാം. തൊലഞ്ഞു പോട്ടെ എന്ന് അതിൻ്റെ അർത്ഥം. കേട്ടാ വിചാരിക്കും അസ്സലാമു അലൈക്കും എന്നാണ്. സത്യത്തിൽ നമ്മൾ പലരും അസ്സലാമു അലൈക്കും എന്നാണ് പറയൽ. ആർക്കോ വേണ്ടി സലാം പറഞ്ഞാൽ അങ്ങനെ തന്നെ അല്ലേ? എല്ലാം ഉണ്ടാവുമോ? നമുക്കൊരു അപകടകരമായിട്ടാ. ആയിഷ ബീവിക്ക് ഇത് പിന്നെയും കേട്ടപ്പോൾ ദേഷ്യം വന്നു. ഒരിക്കൽ ആയിഷ ബി കാത്തുന്നു. ആ ടീം വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബി തിരിച്ചു പറഞ്ഞു, അലൈക്കും അസ്സലാമു വല്ല അന, നിങ്ങൾക്ക് മരണവും ഉണ്ടാവട്ടെ ശാപവും ഉണ്ടാവട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞതിൻ്റെ ഇരട്ടി അങ്ങോട്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്താണല്ലോ, പിന്നെ നീ എന്തിനാ വേറെ പറയാൻ പോയത്? യാ ആയിഷ മാഹാദ, നീ എന്താ ഈ ചെയ്യുന്നത് ആയിഷ? ഇന്നല്ലാഹ യക്റഹുൽ ഫുഹ്ശ വത്തഫാഹുശ, തെറി പറയുന്നതും അന്യായം പറയുന്നതും അള്ള വെറുക്കുന്നു. ആയിഷ ബീവി തെറിയൊന്നും പറഞ്ഞിട്ടില്ല, ഉണ്ടോ? പക്ഷെ ആ വിഷയത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ആ കാര്യം. അത് ശരിക്കും പഠിച്ചോളൂ. ആയിഷ ബീവി ചെറിയ പ്രായമാണ്. അതിന് നബി ഒരു സലാം പറഞ്ഞാൽ അതുപോലൊന്നും മടക്കിയതാണ്. നമ്മൾ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ 4 അങ്ങോട്ട് പറഞ്ഞാലേ നമുക്ക് ഒന്നായി തോന്നുള്ളൂ. സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങിയാൽ നമ്മളെ കഥയെ ഞാൻ പറയണം. എന്നെപ്പറ്റി ഒരു കഥ പറഞ്ഞാൽ അയാളെപ്പറ്റി 4 ഞാൻ പറയാം. എപ്പോഴും എനിക്ക് മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയാണ്, ഞാൻ എന്താണ് അല്ല ഈ ഇഷ്ടപ്പെടൂല കേട്ടോ അങ്ങനെ തെറിയെന്ന് പറഞ്ഞു. എന്ത് ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും പിന്നെ അലൈക്കും അസ്സലാം എന്ന് തിരിച്ചു പറഞ്ഞാ പറഞ്ഞു. വഖദ് റദത്തു അലൈഹിം മാ ഖാലു, അവർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താ മറുപടി കൊടുത്തത്? ഫഖുൽത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് വ അലൈക്കും, അങ്ങനെ പറയണ്ടത്. ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് തിരിച്ചെന്താ പറയേണ്ടത്? വ അലൈക്കും. കൂടൂല നബിൻ്റെ. നമ്മളൊന്ന് പഠിക്കണം. ഇനി അഥവാ ഒരാളോട് പറയണമെങ്കിൽ തന്നെ കറക്റ്റ് പറഞ്ഞു, കൂട്ടി പറയരുത്. സ്വഹീഹ് ബുഖാരി സ്വഹീഹ് മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റിപ്പോർട്ട് ചെയ്ത്. നമ്മളിൽ ഒരു ആരോപണത്തിൻ്റെ വിഷയത്തിലില്ല. ആയിഷ ബീവി തന്നെ മറ്റൊരനുഭവം കൂടി പങ്കുവെക്കുന്നുണ്ട്. ഒരിക്കലും ഏതോ ഒരു വിഷയത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയെ കുറിച്ചൊരു പരാമർശം ഉന്നയിക്കേണ്ടി വന്നു. ആർക്ക്? ആയിഷ ബീവിക്ക്. ആ പരാമർശം ഉന്നയിച്ച സമയത്ത് കസീറ എന്നാണ് പറഞ്ഞത്, ഉയരം കുറഞ്ഞവൾ. കുറച്ച് ഉയരം കുറഞ്ഞവണ്. നീരസം വരുമ്പോൾ അങ്ങനെയുള്ള ഇഷ്ടമുള്ളപ്പോൾ നല്ല വാക്ക് പറയും. എന്തെങ്കിലും ഒരു കാരണവശാൽ അന്നേരം ഹഫ്സ ബീവിയെ പറ്റി ഉയരം കുറഞ്ഞുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ഇപ്പം പറഞ്ഞ വാക്കുണ്ടല്ലോ, അന്നഹാദിൽ കലിമ, നീ ഇപ്പം പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇതെങ്ങാനും ലൗ മുസ്ജത്തിൽ ബഹറലം തസജത്, ഇതൊരു വാക്ക് വീഴുന്നതെങ്കിൽ ആ സമുദ്രത്തിൽ വലിയ അലമാലകൾ ഉണ്ടാക്കാൻ ഈ ഒരൊറ്റ വാക്ക് മതി. ഒരാളെപ്പറ്റി കുറിയവൾ, ഒരു ന്യൂനത ഇങ്ങനെ മുനവെച്ച് പറയാം, ഒരു ഇഷ്ടക്കേട് കൊണ്ടൊരു മുനവെച്ച് പറയാം, ഒരു സമുദ്രത്തെ ഇളക്കി മറിക്കാൻ മാത്രം അള്ളാൻ്റെ അടുത്ത് ഇതിന് ഗൗരവമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഇങ്ങനെ പഠിപ്പിച്ചെങ്കിൽ നമ്മൾ കുറച്ച് പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക എന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ പോരാ. എത്രത്തോളം അറിയാമോ? ഖുത്ബ പറയുന്നത് നീട്ടുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിക്കായിരുന്നു. ഖുത്ബ മോശമായിട്ടൊന്നുമല്ല, മനസ്സിലായില്ലേ? എന്താ ഉപദേശമല്ലേ പറയുന്നത്, നിങ്ങൾക്ക് എന്താ കുറച്ച് കേട്ടൂടെ എന്നിരുന്നാൽ എന്നല്ല. അത് ആളുകളുടെ റേഞ്ച് അനുസരിച്ച് സൗകര്യം അനുസരിച്ചൊക്കെ തന്നെയാണ് എന്ത് ഖുത്ബ ചുരുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. എന്തിനേറെ നിസ്കാരം കുറച്ച് നീണ്ടുപോയപ്പോൾ ഒരാൾ കൈ അഴിച്ചുകൊണ്ട് പോയി. അത് ചെയ്യാൻ പാടില്ല. അവിടെ പറഞ്ഞാൽ ആ പണി എടുക്കരുത്. നിസ്കരിക്കുന്ന ഇടയ്ക്ക് ഇമാമിനോട് ദേഷ്യം പിടിച്ചിറങ്ങി പോകാനൊന്നും പറ്റില്ല. പക്ഷേ നിസ്കാരം ഇങ്ങനെ നീട്ടിയ ആളോട് നബി പറഞ്ഞു, നീ ഫിത്തന ഉണ്ടാക്കാണ്. നിനക്ക് വൽഫജ്രിയും വല്ലൈലിയും ഒന്നും അറിയില്ലേ? ഹദീസിലെ വാക്കാണ്, എൻ്റെ വാക്കല്ല. വൽഫജ്രി വശംസി വല്ലൈലി ഇതൊന്നും ഓതാൻ നിനക്കറിയില്ലേ? കൂടെ ഓരോ ആവശ്യക്കാരായ ആളുകളാണ് പിറകിൽ നിസ്കരിക്കുന്നത്. ഒരുപാട് വലിയ ജമാഅത്താകുമ്പോൾ അവരെയും കൂടി പരിഗണിക്കണം. വലിയ നിസ്കാരം തറാവീനെ പറ്റിയല്ല ഞാനീ പറയുന്നത്. നബി ചോദിക്കുകയാണ്, ഫത്താനിയാ നീ ഫിത്തന ഉണ്ടാക്കാം. ഫിത്തന വലിയ കുഴപ്പക്കാരനല്ല, ഇവരൊക്കെ നീ പ്രശ്നത്തിലാക്കിയില്ലേ അല്ലേ? നിനക്കെന്താ വൽഫജ്രി അറിഞ്ഞൂടെ? നിനക്കെന്താ വല്ലൈലി അറിഞ്ഞൂടെ? അതൊക്കെ ഓതണം. ഇശാസ്കരിക്കുമ്പോൾ ഓതാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് കാണാം. അത്ര വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റും. പ്രവാചകന്റെ സമൂഹത്തിൽ മുസ്ലിമാണെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിമാണെന്ന് പറയാം, എന്നിട്ട് ഏറ്റവും വലിയ ഫിത്തന ഉണ്ടാക്കുന്ന ഫിത്തനയുടെ വിറാറിൻ്റെ പള്ളി, മുടിപ്പള്ളി പോലത്തെ ഒരു പള്ളിയാണത്. ആ ജാതി പള്ളി ഉണ്ടാക്കിയ മനുഷ്യൻ ആരാണ്?
അബ്ദുല്ലാഹ് ബിൻ ഉബൈ അല്ലേ, പേര് അബ്ദുള്ള എന്നാണ്, പക്ഷെ ശൈത്താനല്ലേ. എത്ര വലിയ തോന്നിയാസന അയാൾ ഉണ്ടാക്കിയത്. ആ മനുഷ്യൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ മോശമായൊരു വാക്ക് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് സൂറത്തുൽ മുനാഫിഖൂനിലുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മദീനത്തുനിന്ന് മറ്റുള്ളവരെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കും. അഴ്സുകളായിട്ടുള്ള ആളുകൾ അതല്ലുകളെ പുറത്താക്കുന്നു. സൂറത്തുൽ മുനാഫിഖൂനിൽ കാണാം. അതല്ല് ഒന്നിനും കൊള്ളരുതാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അതല്ലെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞു? ഈ മുനാഫിഖിൻ്റെ നേതാവ്. ഇതിങ്ങോട്ട് കേട്ടപ്പോൾ അതാരാ വന്ന് പറയുന്നത് അവ വീട്ടിലൊരു കുട്ടിയാണ്. അങ്ങനെ വിളിപ്പിച്ചു. ഇബ്നു ഉബൈനോട് ചോദിച്ചു, നീ ഇങ്ങനെ പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഓനല്ലെങ്കിൽ തന്നെ ഓനെൻ്റെ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവിലുള്ള മോനോനോട് എപ്പോഴും ദേഷ്യം, എന്നെ പറ്റി ഇല്ലാത്തതേ പറയൂ, അങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഖവിലക്കെടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇനി അത് അല്ല, അവനങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് കൈകാര്യം ചെയ്യണമെന്നല്ല നബി ചിന്തിച്ചത്. മനസ്സിലായില്ലേ? നബി അയാളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. മോന് വിഷമമായി, അത് വേറെ കാര്യം. കാരണം തെളിവില്ല, ഓൻ കേട്ടതാണ്, അത്രേ ഉള്ളൂ. ഇയാളെ നിഷേധിച്ചോട് കൂടി സാരല്ല, നബി വിട്ടു, ആ വിഷയം വിട്ടു. പക്ഷേ അള്ള വിടാൻ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. അള്ള ഖുർആനായത്തിറക്കി. ആ മോൻ പറഞ്ഞത് ശരിയാണ്. നബിയെപ്പറ്റി അതല്ല്, നിന്യൻ എന്ന വാക്ക് അയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വാളെടുത്തു. ഞാൻ ആ അതിർത്തിയിൽ പോയിട്ട് അവൻ്റെ കഴുത്ത് വെട്ടട്ടെ എന്ന് ചോദിച്ചു. സമ്മതിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, നബി പറഞ്ഞൊരു വാക്കുകൾ പഠിച്ചു വെച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നിട്ട് വേണം മുഹമ്മദ് തമ്മിത്തല്ലാണ് എന്ന് പറയാൻ. ഓരെന്നെ തമ്മിത്തല്ലില്ല, ഇപ്പം മറ്റൊരു പറയാൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നത്, അതും ഒരു സാധാരണ കൂട്ടത്തിലുള്ള ഒരാളെ പറ്റിയല്ല, മുനാഫിഖിനെ പറ്റിയാണ് പറയുന്നത്. വധശിക്ഷ അർഹിക്കുന്ന അത്രയും ഗൗരവമുള്ള പാപം ജീവിച്ച കാലം അത്രയും ചെയ്തു കൂട്ടിയവനാണ് ഇബ്നു ഉബൈ അല്ലേ. നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് അയാളടക്കമുള്ള മുനാഫിക്കുകളെ പറ്റി ഖുർആനിൽ പറഞ്ഞത്. എന്നിട്ട് പോലും പുറത്തൊരു വർത്താനം ഉണ്ടാക്കാൻ ഞാൻ അവസരം കൊടുത്തുകൂടാ എന്നു ചിന്തിക്കാനുള്ള വിശാലതയിലേക്ക് പ്രവാചകനെത്തി. നിങ്ങളും ഞാനും എത്താൻ കുറച്ച് സമയമെടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണ് നമ്മൾ വിഷയങ്ങൾ ഓരോന്നും പഠിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ മാതൃകയുടെ അടയാളങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര ഉദാഹരണങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടതാണ്. അദ്ദേഹം ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ഇങ്ങനെ വന്നിട്ട് ബഹുമാനം കൊണ്ട് ഇങ്ങനെ പറക്കാൻ അങ്ങുണ്ടാവും. പ്രവാചകൻ അത്ര ഇഷ്ടമാണ്. നമ്മൾ അങ്ങേയറ്റം ആദരിക്കുന്ന താരങ്ങൾ വന്നാൽ എങ്ങനെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പൂതിയായി വന്ന ഒരാൾ നേരിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ വർത്താനം പറയാനും കഴിയുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. അയാളൊരു പ്രത്യേക അവസ്ഥയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ്റെ ഹാവഭാവങ്ങൾ കണ്ടപ്പോൾ, ഹവ്വിനലേക്ക് നീ ഒന്ന് തണുക്ക്, ഒന്ന് ശാന്തമാകുക, എന്ത് പറ്റി നിനക്ക്, നീ എന്താ സംസാരിക്കാത്തത്? അത് നബിയെ കണ്ട അത്ഭുതത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ കാലമായി കാണണമെന്ന് വിചാരിക്കുന്നു, ആദ്യമായിട്ട് കാണുകയാണ്. ഹവ്വിനലേക്ക് നീ ഒന്ന് ശരിയാവും. ഫഇന്നി ഇബ്നു ഇംറഅ, ഞാനും നിന്നെപ്പോലെ ഒരു ഉമ്മാൻ്റെ മോൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. ആഖിലുൻ കമാ യഅകുലുൽ അബ്ദ്, ഞാൻ സാധാരണ മനുഷ്യന്മാർ തിന്നുന്ന ഭക്ഷണം കഴിക്കുന്ന ആളാണ്. വഅജ്ലിസു കമാ യജ്ലിസുൽ അബ്ദ്, നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ ആരാണ്? ഫഇന്നി ഇബ്നു ഇംറഅത്തിൻ കാനത് തഅകുലുൽ ഖദീദ് ബിമക്ക, മക്കയിലെ സാധാരണ തരം ചെറിയ ഇലകളുണ്ടല്ലോ, തവര പോലത്തെ ഇലകൾ, അങ്ങനത്തെ സാധാരണ തണ്ട് കടിച്ചു തിന്നുന്ന, ഇല കടിച്ചു തിന്നുന്ന ഒരു ഉമ്മാൻ്റെ, ഒരു ഗ്രാമീണയായ ഒരു ഉമ്മാൻ്റെ മോനാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഞാൻ വലിയ ആൾ എന്നുള്ള ഒരു നിലവാരത്തിൽ കാലിന് മുകളിൽ കാലും കെട്ടിയിട്ട് ഞാൻ ഇവിടുത്തെ പ്രവാചകനാണെന്നുള്ള ആൾക്ക് വേറെ ആർക്കും അടുക്കാനും പറ്റില്ല, ഉണ്ടാനും പറ്റില്ല, നിലവാരത്തവരോട് മാത്രം വർത്താനം പറയും, അല്ലാത്തവരോട് വർത്താനം പറയില്ല. ഇങ്ങനെയൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ചില നാട്ടിൽ സാധാരണ കാറ് തന്നെ കയറ്റാൻ പറ്റില്ല. എന്താണ്, വലിയ മലയാളിയാണ്, അവൻ്റെ വീട്ടിൽ ആ റേഞ്ചുള്ള കാറ് വന്നാലും ആ ഗേറ്റ് തുറന്നവരുള്ളൂ, മനസ്സിലായില്ലേ, പുറത്തിട്ടാൽ മതി, മനസ്സിലായില്ലേ. ചിലത്ത് ചെരുപ്പിട്ട് പോകാൻ പറ്റൂല. ഈ ജാതിയൊക്കെ മുസ്ലിങ്ങളായ പൈസ ഇട്ടേ പിന്നെ മനുഷ്യന്മാർ ഓരോന്നായിപ്പോണ പോലാണ് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാനൊരു അതും വലിയ പദവി, റിസാലത്തിൻ്റെ പദവി, നേതൃത്വത്തിൻ്റെ പദവി, ഇതൊക്കെ നിൽക്കുമ്പോൾ ഞാൻ സാധാരണ പച്ചിലച്ചെടി തിന്ന് വളർന്ന ഒരു ഗ്രാമീണയായ അറബി പെണ്ണിൻ്റെ മകനാണ്. നീ ഒന്ന് തണുത്ത് നിൽക്ക്, എൻ്റെ അടുത്ത് ശാന്തമായിട്ട് എല്ലാവരുടെ അടുത്ത് നിൽക്കുന്നമാര് നിൽക്ക് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാണാൻ പറ്റും. അത്ര വിനയാന്വിതനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ ആ മര്യാദകൾ ഓരോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന നേരത്തെ ഒരാൾ എണീറ്റുന്ന നബി മടങ്ങിപ്പോകും. ഒരു സദസ്സിലേക്ക് നബി കയറി വരും, ബഹുമാനിച്ച് എണീറ്റുന്നാലേ ഇരുന്നിട്ടേ പ്രവാചകൻ വരും.
അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ആദരിച്ചെണീറ്റ് നിൽക്കരുത്. കാരണം ആദരവ് അതിര് കവിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. അദ്ദേഹം ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെങ്കിൽ, നബിക്ക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ രൂപഭാവങ്ങളുണ്ട്, സവിശേഷമായ സൗന്ദര്യമുണ്ട്, ഒത്ത പ്രകൃതമുണ്ട്, സുന്ദരമായ മുടിയുണ്ട്. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ഇത് നബിയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ചോദിക്കണം. വരുന്ന ഒരാൾ ഇതിൽ ആരാ മുഹമ്മദ് എന്ന് ചോദിക്കും. കാരണം എന്താ? വേഷം കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രകൃതം കൊണ്ടോ അടയാളം കൊണ്ടോ ഇരിക്കുന്ന സ്ഥലം കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിൽ നിന്നും വേറിട്ട് നിൽക്കാറില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ഒരാളാണ്. പ്രവാചകന് അങ്ങനെ വളരാൻ സാധിച്ചു എന്ന് കാണാൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി, അല്ലേ? അവരുടെ കൂട്ടത്തിൽ ഒരാൾ തിരിച്ചറിയാൻ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പ്രയാസമായി. എത്രത്തോളം പഠിപ്പിച്ചു എന്നറിയാമോ? ഒരാൾ സൽക്കാരത്തിന് വിളിച്ചാൽ നബി പോവും. അത് നബിയുടെ ന്യൂനതയല്ല. നബി പറഞ്ഞ വാക്കുകൾ കേൾക്കണം. ലൗ ദുഈതു ഇലാ ഖുറാഇൻ ലഅജബ്തു. എന്നെ നിങ്ങളൊരു കുറക് കഴിക്കാൻ വേണ്ടി, ആടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാംസഭാഗം, നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം അതാണ്. പണ്ട് ജൂതപ്പെണ്ണ് വിഷം വെച്ചൊരു തൈലാണ്. അപ്പോൾ എന്താണ്, അത് കഴിക്കാൻ വേണ്ടി വിളിച്ചാൽ ഞാൻ വരും. എന്നിട്ട് അടുത്ത വാക്ക് കേട്ടോളൂ, വലൗ ഉഹ്ദിയ ഇലയ്യ ദിറാഉൻ ലഖബിൽതു. ഒരാൾക്ക് കുറക് കിട്ടിയില്ല, ഖുറാഗ് കിട്ടിയില്ല, ദിറാണ് കിട്ടിയത്, ഈ കണങ്കൈ, അതിനും ഞാൻ പോകും എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ വിരുന്നിന് വിളിച്ചാലും ഞാൻ പോകും. ചില ആൾക്കാർ വലിയ വലിയ ആൾക്കാരൊക്കെ വിളിച്ചാൽ അങ്ങനെ പോകും. മനസ്സിലായില്ലേ? ശരിയാ, അവൻ്റെ കൂടെ പോയിട്ട് ഇപ്പം എന്താ കാര്യം? അല്ലെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ പോകാൻ മാത്രം അവനില്ല. ഞാനങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, അങ്ങനെ ആയി പോകരുതെന്നായി പറയുന്നു. കൂട്ടത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാൻ പഠിക്കണം. ഇതും പറയുന്നത്ര എളുപ്പമല്ല നടപ്പാക്കാൻ. നന്നായി ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരൻ എന്നെ സൽക്കാരത്തിന് വിളിച്ചാൽ ഞാൻ വീട്ടിൽ പോകും. പണക്കാരൻ്റെ വീട്ടിൽ മാത്രമല്ല പോവുക. അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വ അമിത്നി മിസ്കീന. എനിക്ക് അഗതിയായി എന്നെ ജീവിപ്പിക്കണം, അഗതിയായി തന്നെ ഞാൻ മരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെ അഗതികളുടെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പരലോകത്ത് സംഗമിക്കാനും സാധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. അഹന്തയുടെ ഒരടയാളം പോലും അദ്ദേഹം ബാക്കി വെച്ചില്ല എന്ന് നമുക്ക് കാണാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ചൊരാൾ മാഷാ അല്ലാഹ് വശിഅ്ത് ഒരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു, അള്ളയും നിങ്ങൾ ഉദ്ദേശിച്ചാൽ കാര്യം നടക്കുന്നു. നമുക്ക് വലിയ ഹാപ്പി ആയിരിക്കും അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, അല്ലേ? നിങ്ങൾ അള്ളയും വിചാരിക്കണം. അതുകൊണ്ട് ഞാൻ ആകെ പ്രശ്നത്തിലാണ്. ഇപ്പം എൻ്റെ നാട്ടിൽ പാലത്ത് ഒരു സ്ഥാപനം ഉണ്ടാവണം, നിങ്ങൾ ഖത്തറിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരും പടച്ചവനും വിചാരിച്ചാൽ ആ സ്ഥാപനം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വലിയ സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? വൈഹക്, നാശം, അജഅൽതനി വല്ലാഹ ആദില. എന്നെയും അള്ളാഹുവിനെ നീ ഒരുപോലെ പറയാണോ? അള്ളാഹിൻ്റെ കൂടെ ചേർത്ത് എന്നെ പറയാൻ പാടുണ്ടോ? ബൽ മാഷാ അല്ലാഹു വഹ്ദ. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം പറയണം, ആ കൂട്ടത്തിൽ എന്നെ ചേർത്ത് പറയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു. ഇങ്ങനെ പ്രവാചകന്റെ മര്യാദയിൽ നിന്ന് ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് ഒരാൾ വരുമ്പോൾ, ഒരു പുതിയ ഒരാൾ വരുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളെന്താ പറയുക? ഒരാൾ വരുന്നുണ്ട്, ആരാന്നറിയാം, ഞാന്ന് പറഞ്ഞല്ലേ അയാളാണ്. അങ്ങനെ പറയുന്നത് നബിക്ക് ഇഷ്ടമല്ല, നമുക്കത് ഇഷ്ടമാണ്. എൻ്റെ അടുത്തുള്ളൊരു വിവരം ഞാൻ അങ്ങോട്ട് കൊടുത്തു, എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഒരാളെ ന്യൂനത എനിക്കറിയാം, എൻ്റെ സുഹൃത്താണ്, ഞാൻ പഠിച്ചു തരാൻ. അതുകൊണ്ട് അയാളെപ്പറ്റി നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമാധാനമായി, എന്നെപ്പറ്റി നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് സമാധാനമായി. ഇതിൻ്റെ ഹക്കെന്താ, നിജസ്ഥിതി എന്താ, അത് നമുക്കറിയണ്ട. വേറൊരാളെ പറ്റി ന്യൂനത കേൾക്കണം, അത്രേ ഉള്ളൂ നമുക്ക്, അല്ലേ? അല്ലെങ്കിൽ നമ്മളെ ചാനൽ നിലനിൽക്കുമോ? അല്ലെങ്കിൽ നമ്മളെ പത്രം നിലനിൽക്കുമോ? നമ്മളെ പത്രങ്ങളും ചാനലുകളൊക്കെ നിലനിൽക്കുന്നത് ഊഹാപോഹങ്ങളിലല്ലേ? 90% വ്യക്തി തേജോവധങ്ങളിലല്ലേ നിലനിൽക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുന്ന ആളൊന്ന് പുറത്തേക്ക് പോയിക്കോളി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഒരാൾ എൻ്റെ അടുത്ത് വരുമ്പം അയാൾ വരുന്നതിന് മുമ്പ് അയാളെപ്പറ്റി എനിക്ക് പറഞ്ഞു തരരുത്. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും കാര്യലാഭത്തിന് വരികയായിരിക്കും, അയാളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് അറിയുണ്ടാവും. എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? അദ്ദേഹത്തെക്കുറിച്ച് ലാ യബ്ലുഗ്നി അഹദും മിൻകും മാ ഖീല ഫിയ ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റജ ഇലൈക വഅന സലീമുസ് സദർ. എൻ്റെ അടുത്ത് വരുമ്പോൾ സലീമുസ് സദർ ആയിരിക്കണം. മനസ്സിൽ അയാളെപ്പറ്റി ആദ്യം ഒരു ഭാഗം ഉണ്ടായിരുന്നു, മനസ്സിൽ ഒരു ഒഴിഞ്ഞ അവസ്ഥ, അയാളെപ്പറ്റി ഒന്നുമില്ല എൻ്റെ മനസ്സിൽ. അയാളെൻ്റെ അടുത്ത് വന്നിരിക്കട്ടെ, ഞാൻ കേൾക്കട്ടെ, ഇടപഴകട്ടെ, അങ്ങനെ പരിചയപ്പെട്ടെ. കല്യാണാലോചന അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ ഒരാൾ ന്യൂനത ചിലപ്പോൾ പറയേണ്ടി വരും. ഇതല്ല, ഇത് മനുഷ്യനൊരു മനോരോഗം ഉണ്ടെന്ത്, ബാക്കിയുള്ള എല്ലാവരെയും ന്യൂനത നമുക്ക് കിട്ടണം, അത് പരമാവധി കളക്ട് ചെയ്ത് വെക്കാം.
എൻ്റെ ന്യൂനതയെപ്പറ്റി ഒരിക്കലും ചിന്തിക്കരുത്. നീ നാട്ടുകാരുടെ തെറ്റുകൾ ചിന്തിക്കുന്ന നേരം കൊണ്ട് നിൻ്റെ തെറ്റൊന്ന് ചിന്തിച്ചു, എന്നാൽ അത് ഒഴിവാക്കി പടച്ചോരത്തിൽ രക്ഷപ്പെട്ടുകൂടെ എന്ന് പൂർവികരായ ആളുകൾ പരസ്പരം പറയാറുണ്ട്. സലഫുകൾ അങ്ങനെ ഉപദേശിക്കാറുണ്ട്. എനിക്കിഷ്ടം നിങ്ങളെ ന്യൂനത നോക്കല, നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുകളുടെ ന്യൂനത നോക്കല. എന്താണെന്നറിയില്ല, നമ്മളങ്ങനെയാണ്. ഒരു നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരാളെക്കുറിച്ചൊരു തെറ്റായ വാർത്ത കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്, അന്ന് നന്നായി ഉറങ്ങാൻ പറ്റും. എന്താ, ഏറ്റവും അടുത്ത സുഹൃത്തിനെ പറ്റി എനിക്ക് നല്ലൊരു വിവരം കിട്ടിയിരിക്കുന്നു. അയാൾ നമ്മൾ വിചാരിച്ച മാതിരിയല്ല, അയാൾ പഴയ സ്പോൺസർ എടുത്ത് എങ്ങനെയാണെന്നറിയോ, അയാൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചെന്തിനാണെന്നറിയോ എന്നൊക്കെ ഇനി അറിഞ്ഞാൽ തന്നെ എന്തിനാ നമ്മളത് വെച്ചെടുക്കുന്നത്, അതെന്തിനാ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത്. ചിലപ്പോൾ ഇനി എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ പടച്ചോനയാൾക്ക് തുക കൊടുക്കൂലേ. ഇത് പടച്ചോൻ മാപ്പ് കൊടുത്താലും നമ്മൾ മാപ്പ് കൊടുക്കില്ല. അപ്പം നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരാളെക്കുറിച്ച് നമുക്ക് അറിയുമെന്നിരിക്കത് പറയരുതെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. എനിക്കൊരാളെ പറ്റി അറിയെങ്കിൽ ഞാൻ ഏത് വകയിലാണ് പറയാതെക്കാം, അതല്ലേ നമ്മൾ ചിന്തിക്കുക. എനിക്ക് ആകെ അവനടുത്തുള്ള സ്ഥാനം, ഞാൻ അവനെപ്പറ്റി പറഞ്ഞ് നന്നായി എന്നോനും കരുതിയാൽ എനിക്ക് സമാധാനമായി. അങ്ങനല്ല. പ്രത്യേകിച്ചും തൗഹീദും ഇസ്ലാമും നിസ്കാരമൊക്കെ ഉള്ള ഒരാളെ പറ്റി എന്തെങ്കിലും കാരണവശാൽ നമ്മളെ അയൽവക്കത്തോ നമ്മുടെ നാട്ടിലോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ന്യൂനത ചിലപ്പോൾ നമ്മൾ അറിഞ്ഞെന്ന് വരും. ആ വിഷയം നമ്മൾ എന്ത് ചെയ്യരുത്. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല, അയാൾക്ക് കിട്ടും. നമ്മുടേത് പൊളിഞ്ഞു പോവില്ലേ, നഷ്ടപ്പെട്ടു പോയില്ലേ. കർമ്മങ്ങൾ ചെയ്താൽ പോരാ, ചെയ്യുന്ന കർമ്മങ്ങൾ അവിടെ എത്തിക്കണം. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാൻ സലീമു സദറായിരിക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മുന്നിലേക്ക് ഒരാൾ വരുമ്പോൾ അയാൾ പുറത്തു പോകുന്നതിന് മുമ്പ് നിങ്ങൾ അയാളെക്കുറിച്ച് എന്നോടൊന്നും പറയരുത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. പിന്നെ പ്രവാചകൻ പറഞ്ഞു ദേഷ്യം പിടിക്കരുത്. ബാക്കി എന്തെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് ദേഷ്യം പിടിക്കാൻ കൃത്യമായ ന്യായമുണ്ട്, വെറുതെ ഒന്നല്ല. ഒരു ന്യായം ഉണ്ടെങ്കിലും ദേഷ്യം പിടിക്കാൻ പറ്റില്ല. ഗളബ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ലവർ. ഞാൻ ശാഠ്യക്കാരനായതുകൊണ്ട്, ഞാൻ നല്ല ഗൗരവമായതുകൊണ്ട്, ഞാൻ നല്ല മുൻകോപക്കാരനായതുകൊണ്ട് വീട്ടിലൊക്കെ എന്താ വില എന്നറിയും. ഞാൻ അങ്ങോട്ട് പോയാൽ ഞാനൊരു വാക്ക് പറഞ്ഞാൽ ആരും എതിർത്തും അറിയില്ല. അതൊന്നൊരു യോഗ്യത അല്ല. സ്വന്തം ഭാര്യയും മക്കളൊന്നും മിണ്ടാതെ നിൽക്കുന്നൊരു യോഗ്യത അല്ല. ഞാൻ വന്നാൽ പിന്നെ ആരും ശ്വാസം വിടില്ല. ചില വല്യാപ്പാർക്കും വാപ്പാർക്കൊക്കെ എന്ത് സന്തോഷം അറിയാം. അങ്ങനെ ഞാൻ അവിടുത്തെ ഭരണാധികാരിയെ ഇങ്ങോട്ട് വാഴുന്ന അതിൻ്റെ അടയാളങ്ങളൊക്കെ കൊണ്ട് കണ്ടാൽ അതൊരു ക്രെഡിറ്റായിട്ട് ആരും എടുക്കണ്ട. കോപം ക്രെഡിറ്റല്ല. അൽ ഗളബു മിനശ് ശൈത്വാൻ, അത് ഇബ്ലീസിൽ നിന്നുള്ളതാണ്. നമ്മൾ ഇബ്ലീസിൻ്റെ കൂട്ടാളിയായി എന്നതിന് അർത്ഥമുള്ളൂ. ദേഷ്യം പിടിച്ചാൽ ഒരു പ്രാർത്ഥന ഉണ്ട്, എന്താ അറിയോ, അല്ലാഹുമ്മ ഗഫിർലി ദംബീന, എൻ്റെ കുറ്റം പൊറുക്കണേന്ന. അത് കുറ്റമാണ്, ശൈത്താനിൽ നിന്നുള്ളതാണ്, അത് കുറ്റമാണ്. അല്ലാഹുമ്മ ഗഫിർലി ദംബി വഅദ്ഹിബിൽ ഗൈള മിൻ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ നിന്ന് കോപം എടുത്തു മാറ്റണമേ. എനിക്ക് 50 വയസ്സായി, ഇതുവരെ ദേഷ്യമാണ് പോയി കിട്ടിയില്ല. അതും ക്രെഡിറ്റ്. അപ്പോഴും ഇങ്ങനെ ദേഷ്യം നിൽക്കുന്നതിൽ കൊള്ളാം, അല്ല, ക്രെഡിറ്റ് അല്ല. അത് പോയാൽ തന്നെ ക്രെഡിറ്റ് ഉണ്ടാവുള്ളൂ. ദേഷ്യത്തെ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. അവസാനത്തെ വാചകം എന്താ അറിയോ, വ അജിർനി മിനശ് ശൈത്വാൻ, ശൈത്താനിൽ നിന്ന് എന്നെ പടച്ചോനെ രക്ഷിക്കണം. ദേഷ്യം പിടിക്കുന്ന ഒരാൾ, എനിക്ക് എന്ത് കാരണം കൊണ്ട് ദേഷ്യം പിടിച്ചാലും ഗളബ് ശൈത്താൻ എന്നുള്ള. ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം, ഇദാ ഗളിബ്ത സകത്ത. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദേഷ്യം വന്നാൽ മിണ്ടരുത്. നമ്മൾ ദേഷ്യം വന്നാലേ വർത്താനം പറയുള്ളൂ. ദേഷ്യം വന്നാൽ വർത്താനം പറഞ്ഞാൽ പിന്നെ ദേഷ്യ അല്ലേ. ഇതാ ഗളിബ്ത, നീ ദേഷ്യം വന്നാൽ സക്കത്ത, നീ മിണ്ടാതിരിക്കണം. കേൾക്കുന്ന എളുപ്പമല്ല നടപ്പാക്കാൻ. എൻ്റെ കാര്യവും നിങ്ങളുടെ കാര്യവും. ഞാൻ പറയുന്ന ഓരോ വിഷയത്തിനും സംഗതി ചെറുതാണെങ്കിൽ പോലും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ്റെ മാതൃക നമ്മൾ പറഞ്ഞാൽ പോലും, ഇതാണ് നബിയുടെ മാതൃക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്ന് എനിക്ക് ഉപദേശം തരണം. 3 വട്ടം അയാൾ പറഞ്ഞു. 3 പ്രാവശ്യം നബി ലാ തഗ്ളബ്, അയാളെ സ്വഭാവം നബിക്കറിയാം. നീ ദേഷ്യം പിടിക്കാമെന്നാ നന്നായി, വേറൊന്നും വേണ്ട. നീ എല്ലായിടത്തും കലഹിക്കാൻ നടക്കുന്നു. ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ ദേഷ്യം പിടിക്കരുത്. അല്ലേ, നിൽക്കുമ്പോൾ ദേഷ്യം വരുന്ന ആൾ ഇരിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ ഇരിക്കുമ്പോൾ ദേഷ്യം വന്നാൽ ചാടി എണീക്കും, നിൽക്കുമ്പോൾ ദേഷ്യം വന്നാൽ കാലുമലങ്ങ് പോകും. അല്ലേ, അങ്ങനല്ല പഠിപ്പിച്ചത്. ദേഷ്യം വന്നാൽ മുഖം കഴുകണം, ഒതു എടുക്കണം. രണ്ടാളെ ചണ്ട കൂടിപ്പോൾ നബി സാൻ പറഞ്ഞു, എനിക്കൊരു വാക്കറിയാം, അത് അവർക്കറിയുമായിരുന്നെങ്കിൽ ഈ പ്രശ്നം കണ്ടത് കാണുമായിരുന്നില്ല. എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ദേഷ്യം വരുന്ന ഒരാൾക്കോ ഓർമ്മ ഉണ്ടാവില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നമ്മളോടായി പറയുന്നത്, നമ്മളോടാണ് ഇത് പഠിപ്പിക്കുന്നത്. ദേഷ്യം വന്നാൽ തണുക്കണം, ഇരിക്കണം, അടങ്ങണം, മുഖം കഴുകണം, ഒതു ചെയ്യണം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. മാറ്റണം, ദേഷ്യം മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണെങ്കിൽ നമ്മളത് മാറ്റിയിരിക്കണം. അതാണ് പഠിപ്പിച്ചത്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 കൊല്ലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് എടുത്തു. മാ ഖാല ലീ ഫീ ഷൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽത ഹാദാ വലാ ഫീ ഷൈഇൻ ലം അഫ്അൽഹു ലിമ ലം തഫഅൽ ഹാദാ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് എന്നോട് നബി ചോദിച്ചിട്ടില്ല.
ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഏൽപ്പിച്ചത് മറന്നുപോയി വിട്ടുപോയിട്ട് എന്തേ നീ അത് ചെയ്യാതിരുന്നത് എന്ന് 10 കൊല്ലത്തിനടക്കം ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. നമ്മളെ വീട്ടിലെ ഒരു ഖാദിമെങ്കിൽ ഒരു ദിവസത്തിനടക്കം എത്ര വട്ടം ചോദിക്കും? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചോദിക്കും. എന്നാലേ നമ്മൾ കൂലി എടുത്ത സമാധാനമുള്ളൂ. വൈകുന്നേരം കൂലി എടുക്കണമെങ്കിൽ 4 ചീത്ത പറഞ്ഞിരിക്കണം. മറ്റൊന്ന് കേൾക്കുമ്പോൾ ശീലിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 കൊല്ലം ഖിദ്മത്ത് എടുത്തിട്ട് എന്താ നീ അങ്ങനെ ചെയ്തത്, എന്താ നീ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ച ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും ഉണ്ടായ സന്ദർഭം അത്രമാത്രം നബി ശ്രദ്ധിച്ചു. അപ്പോൾ ചോദിക്കുമ്പോൾ അത്രയും ന്യായമാണ്. നമ്മൾ അന്യായത്തിന് വരെ എന്ത് ചെയ്യും? ഏതായാലും ഞാൻ കൂലി എടുക്കുന്നില്ല. നമ്മൾ വേറുള്ളവരെ ആത്മാഭിമാനത്തെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചാണ്ടല്ലോ, നമ്മളെ ആത്മാഭിമാനത്തെ അള്ളാണ് തേജോവധം ചെയ്യും. അപ്പോഴാണ് നമ്മളറിയാം ആ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രംഗത്തും അദ്ദേഹം പറഞ്ഞു, ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ, വിശാലത കാണിക്കുന്ന ആ ഒരു നേർമാർഗത്തിലാണ്, അതുമായിട്ടാണ് ഞാൻ നിയോഗിതനായത്. എൻ്റെ ദീന് ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് കഷ്ടപ്പാടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വന്നാൽ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. പല പ്രശ്നങ്ങളും അവർക്കുണ്ടാവും, പരിഹരിക്കും. നമുക്ക് നമ്മളെ നയിക്കുന്ന ആളുകൾ വന്നാൽ നമ്മൾ അവൻ ആ വഴിക്ക് നമ്മൾ ഈ വഴിക്ക് പോകും. അതെന്താ അങ്ങനെ? നമ്മളെന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഭാരമാകുന്നത്? പരസ്പരം കണ്ടുകൂടാ. റൂമിന് ഒറ്റ വരണ്ടേ, ഞാൻ പുറത്തു കൂടി കിടക്കാം. ഞാൻ വരുമ്പോൾ ഞാൻ ഉണർന്നിരുന്നാലും ആ വഴക്കം വെക്കാണായി. വരുമ്പോഴേക്ക് ഞാൻ ഉറങ്ങി അത് കഴിഞ്ഞ്, അല്ല അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ വേറെ പണിക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ കാത്തിരിക്കുക, ആൾക്കാർ കാണാൻ ആഗ്രഹിച്ചിരിക്കുക. നബി വന്നാൽ അവിടെ പല പ്രശ്നങ്ങളായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാറ്റിനും ഓരോരോ പരിഹാരം. നമ്മളവിടെ കയറി ചെന്നാൽ ഓരോ പുതിയ പ്രശ്നം എല്ലാവർക്കും ഭാരമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാരം നീക്കി വെക്കാനാവും. പ്രവാചകന്റെ മാതൃകയിൽ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അലൈക്കും ഹദിയൻ ഖാസിദ, മിതമായ ഒരു മാർഗമാണ് നിങ്ങൾ അവലംബിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇബാദത്തിന്റെ കാര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഖുദൂ മിനൽ അമലി മാ തുതീഖൂൻ, നിങ്ങൾ അമലിൽ നിന്ന് കഴിയുന്നത് നിങ്ങൾ എടുക്കണം. ഫൈനല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു, നിങ്ങൾ മടുത്താലും അല്ലാഹ് മടുക്കൂല കേട്ടോ. നമ്മൾ സുന്നത്തൊക്കെ എടുക്കുമ്പോൾ ഒരു ആവേശത്തിനൊരു ക്ലാസ് കേട്ടിട്ട് എല്ലാ സുന്നത്തും കൂടി ഒരു സ്ഥാനം തുടങ്ങണ്ട. ദിവസവും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സുന്നത്ത് പുതിയത് നമ്മൾ തുടങ്ങണം. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പതിവാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഖൈറുദ്ദീനിക്കും ഐസറുഹൂന, നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതാണ്. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഒരു നിയമവും ഇസ്ലാമിലില്ല. അപ്പോൾ ആ ഇസ്ലാം പാലിക്കാൻ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കൃത്യമായ നിലപാടിൽ ഉപദേശം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിരന്തരമായി ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ച ആളുകളെ നിങ്ങൾക്കറിയാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ 3 ചെറുപ്പക്കാർ. അവർക്ക് തോന്നി തഖാല്ലുഹാന്ന്, കുറച്ച് കുറഞ്ഞുപോയി. നബി ഇത്ര ചെയ്താൽ മതിയോ, പോരല്ലോ. അവർ പറഞ്ഞു ഞാൻ ഇനി എല്ലാ ദിവസവും നോമ്പാണ്. മറ്റോ പറഞ്ഞു രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച നിസ്കാരമാണ്. വേറൊരുത്തം പറഞ്ഞു കല്യാണം തന്നെ കഴിക്കൂല, ഇബാദത്ത് തന്നെയാണ് മുഴുകാൻ വിചാരിച്ചത്. 3 ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിപ്പിച്ചു. ബുഖാരിയിലും മുസ്ലിമിലുണ്ട് ഈ സംഭവം. അവർ പറഞ്ഞു വല്ലാഹി ഇന്നി ലഅഖ്ശാകുമുല്ലാഹ വഅത്ഖാകും ബി, നിങ്ങളെക്കാളും പടച്ചോനെ പേടിയും തഖ്വയൊക്കെ എനിക്കാണ്. വലാകിന്നി അഖൂമു വഅനാം, ഞാൻ രാത്രി നിസ്കരിക്കലുണ്ട്, രാത്രി ഉറങ്ങലുണ്ട്, രാത്രി മുഴുവൻ നിസ്കാരമല്ല. വഅസൂമു വഉഫ്തിർ, ഞാൻ നോമ്പ് നോൽക്കാറുമുണ്ട്, നോമ്പ് മുറിക്കാറുണ്ട്, എല്ലാ ദിവസവും നോമ്പ് നോൽക്കല്ല. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ ചര്യ ആരെങ്കിലും വെറുത്താൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അവൻ പ്രവാചകന്റെ ഒരു മാതൃക അനുസരിച്ചും ഒരു മിതത്വം അനുസരിച്ചും ഇബാദത്ത് ശീലിച്ചാൽ അത് നമ്മളെടുത്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു റമദാൻ മാസമൊക്കെ ഒരു ഭയങ്കര ആവേശം കുറേയാണ് ചെയ്യും. ഷവ്വാലുള്ളതൊക്കെ പോയി, പിന്നെ എന്താ റമദാൻ പണിയെടുത്ത് ഷവ്വാലിൽ പൊളിച്ച് കളയാൻ റമദാനിൽ പണിയെടുക്കണം അല്ല. അന്നേരം മറിച്ചിട്ട് ഒരു മിതമായ രൂപത്തിൽ റമദാൻ കൂടുതൽ ചെയ്യാൻ, അത് വേറെ കാര്യം. റമദാൻ അങ്ങനത്തെ പ്രത്യേക മാസമാണ്. എന്നാൽ പോലും റമദാൻ കഴിഞ്ഞാൽ പതിവാക്കുമല്ലോ, അത് കഴിയുന്നതാവണം. ആ ഒരു ആവേശത്തിൽ കുറേ ചെയ്തിട്ട് പിന്നെ അത് നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകരുത്. ഇസ്ലാമിലുടനീളം ഇളവുകളല്ലേ അല്ലേ? ഇബാദത്ത് നിൽക്കാൻ കഴിയാത്തവർ ഇരിക്കാൻ പറഞ്ഞു. അസുഖമാണെങ്കിൽ നോമ്പ് പിന്നെ നോറ്റ് വീട്ടിയാൽ മതി എന്ന് പറഞ്ഞു. നല്ല തണുപ്പാണെങ്കിൽ, അത് രോഗമാണെങ്കിൽ ഒളു എടുക്കുന്നിടത്ത് ഇളവ് നൽകി. ഇങ്ങനെ എന്തൊക്കെ ജമ്മും കസർക്കും നിശ്ചയിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ദീനാണ് നമുക്ക് തന്നത്. ഇതിലൊക്കെ അതിര് കവിഞ്ഞ നിലപാട് സ്വീകരിക്കുന്നവർ തുലഞ്ഞിരിക്കുന്നു. ഹലക്കൽ മുത്തനത്തിഊൻ, തീവ്രവാദികൾ തുലയട്ടെ എന്ന ഏത് വിഷയത്തിലും ഒരു വിഷയത്തിലും അതിരുവിട്ട സമീപനം ഒരു മുസ്ലിം സ്വീകരിക്കാൻ പാടില്ല. വിനയമാണ് പ്രവാചകന്റെ മുഖമുദ്രയായി നമ്മൾ പഠിച്ചത്. മാകാന റിഫ്ഖു ഫീ ഷൈഇൻ ഇല്ലാ സാന, ഒരു കാര്യത്തിൽ വിനയമുണ്ടെങ്കിൽ അതിനെ അള്ളാഹു അലങ്കരിക്കാതിരിക്കില്ല. വമാ നസാ മിൻ ഷൈഇൻ ഇല്ലാ ഷാന, ഒരു കാര്യത്തിൽ വിനയമില്ലെങ്കിലോ അള്ളാഹു അതിനെ വഷളാക്കാതിരിക്കില്ല. നമ്മളൊരു സംഗതിയിൽ ഇടപെടുമ്പോൾ വിനയപൂർവ്വം ഇടപെടണം.
വിനയപൂർവ്വം ഇടപെടായിരുന്ന അള്ളാഹ് അതിനെ വഷളാക്കും. വിനയപൂർവ്വം ഇടപെട്ട അള്ളാഹ് അതിനെ മഹത്വപ്പെടുത്തും. അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ റിഫ്ഖിനെ കുറിച്ച് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അനഫ് കൊണ്ട് നേടാൻ പറ്റാത്തത് റിഫ്ഖ് കൊണ്ട് നേടാൻ പറ്റും. പരുഷത കൊണ്ട് നേടാൻ പറ്റാത്തത് ഒരാൾ ഗൗരവം കാണിച്ച് കാർക്കശ്യം കാണിച്ച് നേടിയെടുക്കുന്ന കാര്യങ്ങളെക്കാൾ വിനയത്തോടു കൂടി അയാൾ രംഗത്തിറങ്ങി അയാൾക്ക് നേടിയെടുക്കാൻ പറ്റും. ശരിയല്ലേ? അയാൾക്ക് നിലനിർത്താനും പറ്റും. അങ്ങനെ നമ്മൾ ശരിക്കും വളരെ വ്യക്തമായ ഒരു ശീലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഓരോയിടത്തും ഇടപെടുന്നത് എന്ന് നമ്മൾ നന്നായി പഠിക്കുക തന്നെ വേണം. കുട്ടികളോട് പോലും പ്രവാചകൻ പെരുമാറുന്ന രീതി, വഴിയിൽ കുട്ടികൾ കണ്ട സലാം പറയും. നമ്മൾ കുട്ടികളോട് സലാം പറയുന്ന രീതി ഉണ്ടോ? സലാം പറയും. സലാം പറയുക മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങൾ, ഒരിക്കൽ നബി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം പേരക്കുട്ടി വന്ന് തോളിൽ കയറി. നബി അവിടെ ഇരുന്നെടുത്തു സുജൂദിൽ. സഹാബികൾക്ക് സുജൂദ് നീണ്ടപ്പോൾ സംശയം, സുജൂദിൽ പുതിയ വല്ല പ്രാർത്ഥനയും വന്നു. എന്താ ഉണ്ടായത്? നിസ്കാരം കഴിയുമ്പോൾ നബി പറഞ്ഞു, ഒന്നുമില്ല, പേരക്കുട്ടി വന്ന് ചുമലിൽ കയറി, ഞാൻ കുതിരയാണല്ലേ ഒട്ടകാണെന്ന് വിചാരിച്ച് കയറി, ചെറിയ കുട്ടിയല്ലേ, അപ്പം തന്നെ ഞാൻ പിടിച്ചിറക്കിയാൽ ആ കുട്ടിക്ക് വിഷമായി. ഞാൻ 2 മിനിറ്റ് ഇരുന്നാലെന്തായി, അവിടെ നിന്നാൽ കുട്ടിക്കൊരു ആശ്വാസമായി, പിന്നെ ഞാൻ പിടിച്ചിറക്കി. നമ്മൾ കുട്ടിയെ അടുക്കുമ്പോഴേക്ക് തൂക്കിയിടും. മനസ്സിലായില്ലേ? നിസ്കാരം, ഞാൻ പറഞ്ഞൊരു നിസ്കാരം മോശമാണെന്ന് പറഞ്ഞതിന് അർത്ഥമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ കുട്ടികളെ നോക്കേണ്ടി വന്നാൽ കുട്ടി എടുത്തിട്ട് നിസ്കരിക്കുകയാണ്. റുക്കൂൽ പോകുമ്പോൾ കുട്ടിയെ താഴെ വെക്കുകയാണ്. സുജൂദ് പോയപ്പോൾ ആ കുട്ടി കയറി കഴുത്ത് കയറിയിരുന്നു. മനസ്സിലായില്ലേ? അപ്പം നബി ഏതായാലും എന്നെ ഒട്ടകാക്കി ഇരുന്നല്ലേ, ഇരുന്നിട്ട് ഇരുന്നു എന്നാ കുട്ടിക്ക് തോന്നട്ടെ. എങ്ങനെ ആ ഒരു രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പെരുമാറാൻ കഴിഞ്ഞിരുന്നു എന്ന് കാണാൻ സാധിക്കും. കുട്ടികളോട് ഇടപെടുന്ന രീതിയാണ്. അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഭൃത്യനാണെന്ന് പറഞ്ഞില്ലേ, അവരുടെ വീട്ടിൽ ഇടക്കിടക്ക് നബി പോവും. വേലക്കാരെ വീട്ടിൽ പോവും തന്നെ. എന്നിട്ട് അവിടെ ചെന്ന് അവിടുത്തെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തും. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഒരു സഹോദരനുണ്ട്, അബൂ ഉമൈർ. ആ കുട്ടിയോട് ചോദിച്ചു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒരു കിളി ഉണ്ടായിരുന്നു, ഒരു പൈങ്കിളി, അവിടെ പോയി. അപ്പോൾ ചത്തുപോയി. മനസ്സിലായില്ലേ? മാ ഫഅലൻ നുഗൈർ യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. ഒരു പ്രാസൊപ്പിച്ച വാക്കാണ്. ആ കേൾക്കുമ്പോൾ തന്നെ കുട്ടിക്കൊരു സന്തോഷം. പ്രവാചകൻ അതുപോലും ശ്രദ്ധിച്ചു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു കിളിയെ പറത്തി കളിക്കുന്നുണ്ടായിരുന്നു, അപ്പം അതിനെ കാണാനില്ല. ആ ചത്ത സങ്കടത്തിൽ നബി പിന്നെ കുറച്ചു നേരം ഉണ്ടായിരുന്നു. ആ ദുഃഖം പ്രവാചകന്റെ മുഖത്തേക്കും വന്നു. ആ കുട്ടിയുടെ വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ഏറ്റെടുത്തു. നബി ആ കുട്ടിയുടെ മൗനത്തിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നബി ഒരിക്കലും ശാപവാക്കുകൾ പറയില്ല. നാവിൽ നല്ല വാക്ക് വരണം, അല്ലേ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലം യകുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ബാബൻ വലാ ഫഹാശൻ വലാ ലആന. നബിയെ ചീത്ത പറയുന്നവനായോ തെറി വിളിക്കുന്നവനായോ ശപിക്കുന്നവനായോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവില്ല. നബി അങ്ങനെ ആയിട്ടില്ല. വേറൊരു പ്രവാചകന് ദേഷ്യം വന്നാൽ ഏറിയാൽ തെരിബ ജബനുഹൂന്നേ പറയുള്ളൂ. എൻ്റെ നെറ്റി മുലത്ത് തട്ടിപ്പോട്ടെ എന്ന് പറയും. അതാണ് പ്രവാചകൻ ഏറ്റവും വലിയ വഴക്ക് പറഞ്ഞൊരു വാക്ക് അനസാദൻ റിപ്പോർട്ട് ചെയ്ത്. മനസ്സിലായില്ലേ? നബിക്കൊരു സംഗതി ഇഷ്ടമില്ലെങ്കിൽ അദ്ദേഹം താടിയിൽ ഇങ്ങനെ കുറേ നേരം തടവിക്കൊണ്ടിരിക്കും, എന്നാലും ആളെ ചീത്ത അറിയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്നത്ര ഒരു മോശമായ വാക്ക് വായിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മളെ നന്നായി പഠിപ്പിച്ചു. കുട്ടികളോടുള്ള മര്യാദകൾ പോലും പഠിപ്പിച്ചു. കുട്ടികളെ കൂടെ കളിക്കാൻ പഠിപ്പിച്ചു. അവരുടെ കൂടെ പ്രവാചകൻ ഒട്ടകമായി നിന്നു കൊടുത്തിട്ടില്ലേ? കുട്ടികൾ തലയിൽ കയറി നബി ആയിരിക്കെ തന്നെ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ അല്ലേ? കുട്ടികളെക്കുറിച്ച് പ്രശംസിക്കും. ഉസാമ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം ആ കുട്ടിയുടെ തലയിലൊക്കെ ഒരു രോഗം വന്ന് വ്രണപ്പാടുകളുണ്ടായി. അതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ അസുഖമുണ്ടായി. അങ്ങനെ നിൽക്കുമ്പോൾ അവരെ മൂക്കൊന്ന് തുറച്ചെടുക്കാൻ വേണ്ടി ആയിഷ ബീവിയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പം തന്നെ പോയില്ല. അങ്ങനെയാണല്ലോ, അടിമയാണ്, കറുത്ത കുട്ടിയാണ്, അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനാണെങ്കിൽ നീ കുറച്ചും കൂടി മുന്നേ ഓടില്ലേ? നബി ഒന്നും പോയില്ല. നബി നേരെ പോയിട്ട് നബിയെ എടുത്തിട്ട് ആ മൂക്ക് പിഴിഞ്ഞെടുത്തു, തുടച്ചെടുത്തു. ആയിഷ ബീവി പറയാണ്, പിന്നെ ഒരു സമയത്ത് ഞാൻ കുട്ടികളെ വിടൂല. പ്രവാചകൻ ചെയ്ത പ്രവർത്തനമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചത്. അങ്ങനെ വലുപ്പച്ചെറുപ്പം നോക്കാതെ, മനസ്സിലായില്ലേ? 1-2 കുടുംബങ്ങളൊക്കെ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിലേ കുട്ടികൾക്ക് വാപ്പയും മൂത്താപ്പയും എളാപ്പയൊക്കെ കണക്കാണ്. ഞമ്മക്കാണ് നമ്മളെ കുട്ടി, ഓനാണ് മോൻ്റെ കുട്ടി. അപ്പോൾ നമ്മളെ കുട്ടീനെ മാത്രമേ നമ്മൾ ശരിക്കും നോക്കുക. അങ്ങനെയൊന്നും ഒരു ഒറ്റ വീട്ടിൽ കുട്ടികളെ അങ്ങനെ ചെറുപ്പത്തിലെ നമ്മളങ്ങനെ വകതിരിച്ചിരിപ്പിക്കരുത്. ചില പെണ്ണുങ്ങൾക്കൊക്കെ ആ അസുഖം ഉണ്ട്. 2 വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ സ്വന്തം ഇളയച്ചൻ്റെ മക്കളെ അത്തുവിൻ്റെ മക്കളെ കൂടെ കളിച്ചാലുള്ള കഥയാണ് ഞാനീ പറയണത്. ഓരോ വീട്ടിൽ നിങ്ങളിവിടെ പഠിക്കണം.
ആയിഷ റളിയല്ലാഹു അൻഹ നല്ലൊരു പാഠം നമുക്ക് ആ വിഷയത്തിൽ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആ മര്യാദകൾ ശീലിക്കാൻ വേണ്ടി നന്നായി നോക്കണം. ഒരിക്കലും ഒരാൾ വന്നിട്ട് ആയിഷ ബീവിയോട് ചോദിച്ചു, കൈഫക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈത്തി, അല്ല വീട്ടിൻ്റെ അകത്ത് റസൂൽ എങ്ങനെ, നിങ്ങളോടൊക്കെ എങ്ങനെ പെരുമാറ്റം അല്ലേ? പറയാണ് ആയിഷ ബീവി പറയുന്നത് കേട്ടോളൂ. കാന യഅമലു കഅമലി അഹദികും ഫീ ബൈത്തിഹി യഖീതു സൗബഹു വയഖ്സിഫു അലഹു. നിങ്ങൾ എടുക്കുന്ന പണിയൊക്കെ റസൂൽ എടുക്കും വീട്ടിൽ, മനസ്സിലായില്ലേ? അദ്ദേഹം തുന്നാറുണ്ട്, അദ്ദേഹം ചെരുപ്പ് നന്നാക്കാറുണ്ട് അല്ലേ, മറ്റിടത്ത് മാവ് കുഴച്ച് തരാറുണ്ട്. വേറെ റിപ്പോർട്ടിലായി കാണാം, വീട്ടിലെ എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ കാനഫി മിഹിനത്തി അഹ്ലിഹി, അടുക്കളയിൽ വന്നിട്ട് ഭാര്യയ്ക്ക് പണിയെടുത്ത് സഹായിച്ചു കൊടുക്കും. ഫൈദാ ഹദറത്തി സലാ ഖാം ഫസല്ല, നിസ്കരിക്കാൻ സമയമായി പോയി നിസ്കരിക്കും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീട്ടിൽ ഭാര്യമാരെ സഹായിച്ചിരുന്നു, മാവ് കുഴച്ചു കൊടുത്തിരുന്നു. ഒഴിവ് സമയങ്ങളിൽ തുന്നാറുണ്ടായിരുന്നു. തുന്നലറിയാം പ്രവാചകന്, ചെരുപ്പ് നന്നാക്കാൻ അറിയാം പ്രവാചകന്. അങ്ങനെയൊക്കെ പ്രവാചകൻ ചെയ്യാറുണ്ടായിരുന്നു. പ്രവാചകനൊരു സംഗതി വേണമെങ്കിൽ അതൊന്നും എടുത്തരിന്ന് പറയില്ല, നബി നേരെ പോയി എടുക്കും. പക്ഷെ നബിയുടെ ആവശ്യം കണ്ട് സഹാബികൾ നബിയുടെ കൂടെ ഇറക്കും, അത് വേറെ കാര്യം. നമ്മൾ ഇവിടെ ഇരിക്കും, അവിടെയുള്ള സാധനം എടുക്കാൻ അവിടെ ഉള്ളവനെ വിളിക്കും, മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് ഒരു സാധനം എടുത്തുതരാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ അത് എടുത്തോണ്ടറിയും മക്കളെ വിളിച്ചിട്ട്, എന്താ നമുക്കൊന്ന് എണീറ്റ് നിന്ന് എടുക്കാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവനാൻ്റെ കാര്യം കഴിവതും അവനാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ ശീലിക്കണം. എത്ര വലിയ വാപ്പയാണെങ്കിലും കഴിവതും ഒറ്റയ്ക്ക് ചെയ്യാൻ കുട്ടികളും അങ്ങനെ ശീലിക്കും. മാത്രമല്ല അവർ നമ്മളെ കാര്യം ശ്രദ്ധിച്ചെടുക്കും. നമ്മൾ ഇടക്കിടക്ക് അങ്ങനെ വിളിച്ചെടുപ്പോൾ അവർ വേറെ എന്തെങ്കിലും വിളിച്ചെടുത്താൽ ആ വാപ്പാനോട് അകലം വരില്ലേ കുട്ടികൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് തന്നെ ആ സ്വയം തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശ്രമം പഠിക്കണം. ഒരു പിണക്കമുണ്ടായാൽ പോലും പ്രവാചകൻ എങ്ങനെ അത് കൈകാര്യം ചെയ്യും? സഹീഹ് മുസ്ലിം ബുഖാരിയിലൊക്കെ ദീർഘമായി വിശദീകരിക്കപ്പെട്ട സംഗതി ഉണ്ട്. ഒരിക്കൽ 29 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് മിണ്ടാതെക്കേണ്ടി വന്നത്. അത് അപൂർവമായി സംഭവിച്ചൊരു കേസാണ്. അത് ഒരു ദിവസം ഒരു സമരം ചെയ്താണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോൾ ഭാര്യയോട് എന്തോന്ന് പറഞ്ഞു, ഒരു കൂട്ടാക്കിയില്ല, എനിക്കിപ്പോൾ സൗകര്യമില്ല. ആദ്യത്തെ അനുഭവമാണ് അത്. ഉമർ ഫാറൂഖിനോട്, ഉമറിൻ്റെ പത്നി റളിയല്ലാഹു അൻഹു ആലോചിച്ചു, നിങ്ങൾ ഈ മദീനത്ത് വന്ന് അൻസാരി പെണ്ണുങ്ങളെടുത്ത് വന്നിട്ട് തണ്ടുകൂടി. ബുഖാരിയിലെ ഹദീസാണ്. അൻസാരി പെണ്ണുങ്ങളെ കണ്ട് ഭർത്താക്കന്മാരെ ചോദ്യം ചെയ്യാൻ പഠിച്ചില്ലേ? മക്കത്തുനിന്ന് ഈ സുഖം ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ മദീനത്തെ പെണ്ണുങ്ങളെ കണ്ട് നിങ്ങളുടെ സ്വഭാവം മാറിയല്ലേ? ഉമർ ഫാറൂഖ് ചോദിച്ചു, എനിക്ക് മാറിയാൽ എന്താ? എന്നെക്കാളും വലിയ ആൾക്കാർക്ക് മാറിയിട്ടുണ്ടല്ലോ. അതാരാ? പ്രവാചകന്റെ പത്നി. പ്രവാചകന്റെ പത്നി പ്രവാചകനോട് പറഞ്ഞല്ലോ വീട്ടിലെ കാര്യം ശരിയല്ല, പിന്നെ എനിക്കെന്താ നിങ്ങളോട് പറയണേ? അപ്പം ഇവര് ഉമറിനോട് പിണങ്ങിയതല്ല, ഒരു കേസ് പറഞ്ഞു കൊടുക്കണം. വേറെ ആരെ കുറിച്ചല്ല, സ്വന്തം മോളെ കുറിച്ചാണ് പറഞ്ഞത്, ഹഫ്സ ബീവിയെ കുറിച്ചാണ് പറഞ്ഞത്. ഹഫ്സ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് എന്തോ പറഞ്ഞ് തെറ്റിയിട്ടുണ്ട്. അപ്പൊ ഹഫ്സ ബീവിക്ക് പ്രവാചകനെ ചോദിച്ചു. അപ്പൊ എന്നെക്കാളും നല്ലതെന്നാണ് പ്രവാചകന്റെ പത്നി ആയതുകൊണ്ട് മോളെ പറ്റിയാ പറഞ്ഞത്. പ്രവാചകനോടാണ് ശാഠ്യം പിടിച്ച് സംസാരിച്ചത്. എന്താണ്, വീട്ടിൽ വേണ്ടത്ര ചെലവിന് വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ചെയ്താൽ എന്താന്നാ ചോദിച്ചത്. അപ്പോൾ ഉമർ ഫാറൂഖ് അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ്. അത് ശരിയാക്കിയിട്ട് വേണം ഇനി വരാൻ. അപ്പോഴാണ് ഇതൊരു മാസമായി ഈ സംഭവം ഉണ്ടായിട്ട് ഉമർ ഫാറൂഖ് അറിഞ്ഞിട്ടില്ല. അപ്പം നോക്കുങ്ങൾ നബി ആ വിഷയം അവിടെ എത്തിച്ചിട്ടില്ല. നമ്മൾ പ്രശ്നം ഉണ്ടാവേണ്ട, അതിന് മുമ്പ് ഓള് വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഇത് നബി ഒരു റൂമിൽ കയറി ഇങ്ങനെ മിണ്ടാതിരിക്കുക, ഇവരോട് മറുപടി പറയാൻ കഴിയിട്ട്. കാരണം ഒരു ഭക്ഷണം ചോദിക്കുന്നത് കൊടുക്കാനില്ലായിട്ടാണ്. ആ സമയത്ത് ഇടക്കിടക്ക് ഫണ്ട് വരും. ഫണ്ട് വന്നാൽ നബി ഏറ്റവും പാവപ്പെട്ടവർ കൊടുക്കും, വീട്ടിലില്ല. നബി ഏറ്റവും പാവപ്പെട്ടവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുക, ഒക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കിൻ്റെ കൊടുക്കണം എന്ന് നബിക്കുണ്ട്. പക്ഷെ ഒക്കെ കഴിയുമ്പോഴേ നബി എനിക്ക് എടുത്തായ കൊടുത്തു. അവസാനം ഭാര്യമാർക്കില്ല. അപ്പോൾ അവർക്കൊന്ന് നമ്മളൊന്ന് ശാഠ്യം പിടിച്ചാൽ കുറച്ച് നമുക്കിവിടെ കിട്ടും. അവർ തീരുമാനിച്ചാണ്, ഭാര്യമാരൊത്തതാണ്. അങ്ങനെ 29 ദിവസം ഒരു ഭാര്യയായിട്ട് യാതൊരു ബന്ധവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റൂമിൽ പിണക്കുന്നതിനെ പറ്റി പറയാൻ പറ്റൂല. 3 ദിവസം കൂടുതൽ പിണങ്ങാൻ പാടില്ലല്ലോ. പിണക്കൊന്നുമല്ല, ഇതൊരു ആവശ്യം ചോദിച്ചു, ആ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ പ്രവാചകന് വയ്യ. അതുകൊണ്ട് സാധാരണ കുടുംബവിശേഷങ്ങളൊന്നുമില്ല, അങ്ങനെ വിട്ടു നിൽക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടി പോകണമല്ലോ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഇറങ്ങി പുറപ്പെട്ടു. കിതാബ് നിക്കാഹിൽ നിങ്ങൾക്ക് ബുഖാരിയിൽ വായിക്കാം, സ്വഹീഹ് മുസ്ലിമിൽ വായിക്കാം ഈ സംഭവങ്ങൾ വിശദമായിട്ട്. എന്നിട്ടോ അങ്ങനെ അവിടെ ചെന്ന് പിന്നെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. പോകുന്ന വഴിക്ക് ഉമ്മു സലമാൻ്റെ വീട്ടിലൊന്ന് കയറാൻ ചെന്ന്. ഡീറ്റെയിൽ എന്നറിയാം, കുറച്ച് പക്വതയുള്ളൊരു സ്ത്രീയാണ് പ്രവാചകൻ്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഉമ്മു സലമ ബീവി. അവരോടൊന്ന് ചോദിച്ചിട്ട് മോളടുത്തേക്ക് പോകും. ഒരു ചെറുപ്പക്കാരാണ് ഹഫ്സ ബീവി, ആയിഷ ബീവി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അവരടുത്തേക്ക് പോകുന്നതിന് മുമ്പേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാമെന്ന് കരുതി ചോദിച്ചു. അപ്പോൾ ഉമ്മു സലമ പറയും, ഞങ്ങളിപ്പോൾ ഇതിൽ ഇടപെടാൻ പോവാം. മനുഷ്യ ഞങ്ങൾ ഇടപെടാത്തൊരു വിഷയമില്ലല്ലോ ഉമർ ഫാറൂഖിനെ പറ്റി. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ അത് ഇടപെട്ട് തീർപ്പാക്കിയിട്ട് ഞങ്ങൾ പോകുള്ളൂ അല്ലേ?
നിങ്ങളിപ്പോൾ ഇതിൽ ചോദിക്കാൻ പോകുക, അത് അവർ തമ്മിലായിക്കോട്ടെ, ഭാര്യയും ഭർത്താക്കന്മാരല്ലേ, നിങ്ങളെന്തിനായാലും പോകുന്നത് എന്ന് ചോദിച്ചു. അത് വരെയുണ്ട് റിപ്പോർട്ട്, ഞാൻ സംഭവം എങ്ങനെയൊക്കെ വരുന്നെന്ന്. എന്നിട്ട് അവിടെ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് നോക്കിയപ്പോൾ സ്വഹാബികളൊക്കെ നബി തലാക്ക് ചൊല്ലി എന്നുള്ള വർത്താനം നാട്ടിൽ അപ്പോഴേക്ക് പ്രചരിച്ചു കഴിഞ്ഞു. തലാക്കൊന്നും നടന്നിട്ടില്ല. അവർ പറയാറ് നബി തലാക്ക് ചൊല്ലിയോ? ഇല്ലേ. എന്തായാലും ഭാര്യമാരായിട്ട് നീരസത്തിലാണ്. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അറിയണമല്ലോ, തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ സ്വന്തം മോളെ ചിലപ്പോൾ ഇടുമല്ലോ, ആ വിഷയം ഒന്ന് ചോദിക്കണം. അപ്പോൾ ആദ്യം നബിയോട് ഇന്ന് ചോദിക്കാം. അപ്പോൾ അത് ചോദിക്കുന്നതിന് മുമ്പ്, എന്താ വിഷയം എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ അവിടെ ഒരാളൊരു വൃത്യൻ അവിടെ ഉണ്ട്. അയാൾ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന് നബിയോട് അനുവാദം ചോദിച്ചു, ഞാൻ എന്നാണ് കയറട്ടെ, വന്നിട്ടുണ്ടെന്ന് പറയും. അമ്മോശനൊക്കെ പറഞ്ഞു. അയാൾ അങ്ങോട്ട് നോക്കിയിട്ട് മുണ്ടൂല, അവിടെ നിന്ന് ഇരിക്കും. അപ്പോൾ അവിടെ കയറാനായിട്ടില്ല സമയം. 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഇയാൾ പോയി ചോദിക്കുന്ന ലക്ഷണമല്ല. അയാൾക്ക് നബിയുടെ അടുത്ത് ചോദിക്കാൻ കഴിയുന്നില്ല. ഉറക്കം നബി കേൾക്കുന്ന രൂപത്തിൽ നീ ഒന്ന് നബിയോട് അനുവാദം ചോദിച്ചു വാ. അപ്പോഴാണ് നബി അവിടെ നിന്ന് ചോദിക്കുന്നത്, ആരാ പുറത്ത് വരാൻ പറ. അങ്ങനെ ഉമർ ഫാറൂഖ് തന്നെ ചെന്നു. ഉമർ ഫാറൂഖ് എന്നിട്ട് ഈ വന്ന കഥയൊക്കെ പറഞ്ഞെടുത്തു. ഏത് വീട്ടിൽ നിന്ന് ഭാര്യ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു. ഞാൻ അവളെ കഴുത്തിന് പിടിക്കാൻ പോയി. അതിനുശേഷം ഉമ്മ സലമ എടുത്തപ്പോൾ ഈ എല്ലാ പ്രശ്നത്തിലും ഇടപെടുകയാണെന്ന് ചോദിച്ചു. ഇതൊക്കെ പറയുമ്പോൾ നബി ചിരിക്കാം. അപ്പോഴാണ് നബി 29 ദിവസം നബിക്ക് റിലാക്സ് ആയത്. അന്നാണ് നബിക്ക് ഉമർ ഫാറൂഖ് ഒറ്റയ്ക്ക് വിഷയത്തിൽ വരാതെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് പ്രവാചകനിൽ നിന്ന് ഇവർ ശീലിക്കുന്ന ഒരു ശീലം. അങ്ങനെയെല്ലാം കഴിഞ്ഞ് പ്രവാചകനൊന്ന് റിലാക്സ് ആയി തന്നപ്പം എന്താ അവിടുത്തെ പ്രശ്നം എന്ന് ചോദിക്കണമല്ലോ. അപ്പം വീട്ടിലെ പ്രശ്നങ്ങളാണെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഉള്ളത് കുറച്ച് ബാർലി, ആ ഉറിയിൽ ആ മൂലയിൽ ഒരു ഊറൊക്കെ ഇട്ട് വെച്ച് ഒരു തോല്, ഇങ്ങനെ എന്തോ കുറഞ്ഞ വിഭവങ്ങളെ ആ വീട്ടിലുള്ളൂ. ഇത് വെച്ചിട്ട് പ്രവാചകൻ്റെ ഇതിൻ്റെ പേരിൽ ഇതിനു വേണ്ടി ഈ ഭാര്യമാരെല്ലാം കൂടി അദ്ദേഹത്തോട് തർക്കിക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ചോദിച്ചു. വിഷയം മനസ്സിലാക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു നേരെ ഭാര്യയുടെ അടുത്ത് വന്നു. അവിടെ നിന്നാണ് ഉമർ ഫാറൂഖ് പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങൾ നല്ലൊരു കിടക്കാനൊരു സ്ഥലമുണ്ട്. പ്രവാചകൻ്റെ കയ്യിൽ അടയാളം വന്നിട്ടേ ആ സ്ഥലത്ത് നിന്ന് ബാക്കി സംഭവമൊക്കെ അറിയുന്നതാണ്. കയ്യിൽ അടയാളം വന്നപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളൊരു വിരി, ഒരു നല്ല ഒരു മെത്ത, ഒരു അടയാളം വരാത്തൊരു താക്കി തന്നെ വെച്ചപ്പോൾ കിസ്റയും കൈസറൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത് നബി? നിങ്ങളൊരു ഭരണാധികാരല്ലേ, കിസ്റയും കൈസറൊക്കെ ഏത് ജാതി കട്ടിലായി കിടക്കുന്നത് എന്ന് ചോദിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട്, അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പം നബി പറഞ്ഞു, കിസ്റക്കും കൈസറിനും ദുനിയാവും മതി, നമുക്ക് പരലോകല്ലേ, ദുനിയാവ് തന്നെ തീർക്കണോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണ്ടെന്നാണ് ആര് പറഞ്ഞത്? അത് ഈ സമയത്താണ് പറഞ്ഞത്. എന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നേരെ ഹഫ്സാ ബീവിയുടെ അടുത്ത്, സ്വന്തം മോളല്ലേ, മോളെ കഴുത്തിന് പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, ഞങ്ങളിങ്ങനെ വിഭവം വേണമെന്ന് പറഞ്ഞു. ഏതോ ആവട്ടെ, ആ സമയത്ത് ഖുർആനിൽ ആയത്തിറങ്ങി. എന്താണ്? ഭാര്യമാർക്ക് ദുനിയാവ് ആവശ്യമാണെങ്കിൽ വീട്ടിൽ പോയിക്കൊള്ളാനാണ് ആയത്ത്. സൂറത്തുൽ അഹ്സാബിലുള്ള ആയത്താണ്. വീട്ടിൽ പോയിക്കൊള്ളാൻ, മനസ്സിലായില്ലേ? ഇഷ്ടമുള്ളത് തീരുമാനിച്ചോളൂ. നിങ്ങൾ ഒറ്റ തീരുമാനിക്കണം. ഓരോ ഭാര്യമാരുടെ അടുത്തും പോയിട്ട് നബി ആ വിഷയം പറഞ്ഞു. നിങ്ങളെ വാപ്പാനോട് ഹഫ്സാ ബീവിയോട് പറഞ്ഞു, ഉമർ ഫാറൂഖിനോട് ചോദിച്ചോ, ആയിഷ ബീവിയോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചോ. എന്നിട്ട് അവരെടുത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ കൂടി ആലോചിച്ചിട്ട് എൻ്റെ കൂടെ ഈ നിലവാരത്തിൽ ജീവിച്ചു പോകാൻ പറ്റുമോ നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോളി. ഖുർആൻ ആയത്താണ്. സൂറത്തുൽ അഹ്സാബിലെ ആയത്തനുസരിച്ച് അവർക്കൊരു തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞാൻ വാപ്പനോട് എന്ത് കാര്യം കൂടി ആലോചിക്കണം? നിങ്ങളെ കൂടെ നിൽക്കണോ പോട്ടെ കൂടി ആലോചിക്കുന്നുണ്ട്. അതിലൊരാലോചനയില്ല, ഞങ്ങളെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അവർക്ക് അതിൻ്റെ ഗൗരവം അപ്പോഴാണ് മനസ്സിലായത്. പ്രവാചകൻ്റെ പത്നിമാരാണ് ഞങ്ങൾ സത്യവിശ്വാസികളുടെ മാതാക്കളാണ്. അവർക്കത് മനസ്സിലായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. 29 ദിവസം എടുത്തിട്ട് ഒരു വാശി, ഒരു വൈരം പ്രവാചകൻ കാണിച്ചില്ല. ആ പ്രശ്നം പരിഹരിച്ചു. പിന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ വിഷയങ്ങളാണ്. തേൻ്റെ സംഭവം കാര്യം ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കൽ ആയിഷ ബീവി എന്തിനോ പിണങ്ങി. ചെറിയ കുട്ടിയാണ്, അത്ര പ്രായമൊന്നുമില്ലല്ലോ, 16-17 വയസ്സുള്ളൂ. പിണങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം എടുത്തു, അതൊരു പാത്രത്തിലാക്കിയിട്ട്, ഒരു താലത്തിലാക്കിയിട്ട് ദേഷ്യം പിടിച്ചു വരുന്ന ആയിഷ ബീവിന് വേണ്ടി വെച്ചെടുത്തു. ഒരൊറ്റ തട്ട്. നമ്മൾ ബീവിനെയും കൂടി തട്ടും, മനസ്സിലായില്ലേ? ആയിഷ ബീവിയെ തട്ടി നിലത്ത് വീണു. ആ ഈത്തപ്പഴം നിലത്ത് വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ചെയ്യുന്ന പണി, നിലത്ത് വീണ് ഈത്തപ്പഴം ഇങ്ങനെ ഓരോന്നോരോന്ന് പെറുക്കിയെടുത്ത് അതിൻ്റെ മണ്ണൊക്കെ തട്ടി ആ പാത്രത്തിൽ വെച്ചു. ഒരു വലിയ പാഠം പ്രവാചകൻ പഠിപ്പിച്ചു. ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാളെ പിണങ്ങാൻ പാടുള്ളൂ. ഒരാൾ ദേഷ്യം പിടിക്കുമ്പോൾ മറ്റേയാളെ തണുക്കണം. അത് ആദ്യം ദേഷ്യം പിടിക്കുന്ന ആൾക്കുള്ള അവകാശം. ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്. ഭർത്താവ് ദേഷ്യം പിടിച്ചു വരുമ്പോൾ ഭാര്യ അടങ്ങി നിൽക്കണം. ഭാര്യയ്ക്ക് ദേഷ്യം വന്നാൽ ഭർത്താവ് അടങ്ങി നിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പറയാൻ എളുപ്പമാണ്, നടപ്പാക്കാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ശീലിച്ചത്. ഈ രൂപത്തിൽ പ്രവാചകന്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഇങ്ങനെ ഒരു രംഗം നമ്മൾ എടുത്താൽ മതി, അതിൽ നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ ഉണ്ടാകും. സകല വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃക.
ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകൻ്റെ ആദർശമാണ്, ആദർശത്തോടുള്ള സമീപനമാണ്, പ്രവാചകൻ്റെ ചര്യയാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിരുത്തേണ്ട കാര്യമാണ്. നമുക്ക് വേറെ തന്നെ ചർച്ച ചെയ്യണം. വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. ആരെങ്കിലും തെളിവ് വ്യക്തമായതിനു ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കാരത്തിനും ആദർശത്തിനും എതിരായാൽ, തെളിവ് കിട്ടിയിട്ട് ആരെങ്കിലും പ്രവാചകനെതിരെ തിരിഞ്ഞാൽ, പ്രവാചകൻ്റേതല്ലാത്ത ഒരു സംസ്കാരം, ഒരു ആദർശം പ്രവാചകൻ്റേതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് അത് സ്വീകരിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ കരിച്ചു കളയും. വസഅത് മസീറ, അത് വളരെ മോശമായൊരു സങ്കേതമാണ്. നരകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നിസ്സാരമായത് ഒരു ജോഡി ചെരുപ്പാണ്. ഇന്ന അഹ്വന അദാബിന്നാരി ജംറത്താനി, ഒരു ജോഡി ചെരുപ്പാണ്. ആ ചെരുപ്പെന്ന് പറഞ്ഞാൽ അടുപ്പ് കല്ലാണ്. അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റും. ഇതിനേക്കാൾ ചെറിയ ശിക്ഷ നരകത്തിലില്ല. യഗ്ലി ദിമാഹൂന, ആ കല്ലിൻ്റെ മുകളിൽ കയറിനാൽ അവൻ്റെ തലച്ചോറ് ഇങ്ങനെ അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്ന പോലെ തിളച്ചു മറിയാൻ തുടങ്ങും. ഒരു മനുഷ്യൻ ഭീമാകാരമായി വളർത്തപ്പെടും. ആ തലയാണ്, ചെറിയ തലയല്ല. അവൻ്റെ തൊലി 70 മുഴം കട്ടിയുണ്ടാകുന്ന സബോനതിറ എന്നാണ് പഠിപ്പിച്ചത്. 42 മുഴം തൊലിയുടെ കട്ടി. അവൻ്റെ ഷോൾഡറുകൾക്കിടയിൽ 3 ദിവസത്തെ വഴിദൂരം. ഇരിക്കുന്ന സ്ഥലം മക്ക മുതൽ മദീന വരെ അല്ലെങ്കിൽ ബുസ്ര വരെയുള്ള വഴിദൂരം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വികൃതമായി വളർത്തപ്പെടുന്ന നരകത്തിൽ വീഴുന്ന ഓരോരുത്തരും. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലിഹിം നാറ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്ന ആളുകളെ നരകത്തിൽ കരിച്ചു കളയും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, അവരുടെ തൊലി കരിച്ചു കളയുമ്പോൾ പുതിയ തൊലി അവർക്ക് പകരമായി നൽകും. ഏത് ഈ ഭീമാകരമായ 70 മുഴം 42 മുഴം 3 ദിവസത്തെ വഴുതൂരം എന്നൊക്കെ പറഞ്ഞ തൊലി, അത് കരിഞ്ഞു പോകുമ്പോൾ പുതിയ തൊലി തരും. ആ തൊലി കരിച്ച് ആ നരകത്തിൽ കത്തും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ സവിശേഷതകൾ, സ്വഭാവപരമായ ഗുണങ്ങൾ, അദ്ദേഹത്തിൻ്റെ മര്യാദകളൊക്കെ ഉൾക്കൊള്ളണം. അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും അദ്ദേഹത്തിനും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമുണ്ട്. പ്രവാചകന്മാരുടെ ശരീരം ഒരിക്കലും മറമാടിയാലും മണ്ണടിഞ്ഞു പോവില്ല, മുഴുവനായിട്ടുണ്ട്. പ്രവാചകൻ്റെ അവശിഷ്ടം വെച്ചാൽ പ്രവാചകൻ തന്നെ ഉണ്ട്. പ്രവാചകൻ്റെ മണ്ണ് അടിഞ്ഞു പോയിട്ടില്ല, ശരീരത്തിൽ നിലത്ത് മണ്ണിലായി പോയിട്ടില്ല, അലിഞ്ഞു പോയിട്ടില്ല. അത് അവിടെ തന്നെ ഉണ്ട്, മദീനത്തെ പള്ളിയിൽ തന്നെ. മനസ്സിലായില്ലേ? പ്രവാചകൻ്റെ മുടി ഓഹരി വെച്ചതൊന്നും എവിടെയും കിട്ടാനില്ല. അതല്ല, ഒരു സ്ഥിരപ്പെട്ട പ്രവാചകൻ്റെ ഹദീസ് എന്ന് പറഞ്ഞ് ഒരാൾ കള്ള ഹദീസ് പറഞ്ഞാൽ തള്ളണം. പ്രവാചകൻ്റെ മുടി എന്ന് പറഞ്ഞ് ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മുടിയും കൊണ്ട് ഒരാൾ വന്നാൽ അത് തള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, ഇബ്നു മറിയമിനെ നസാറാക്കളായ ആളുകൾ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. ഞാൻ അള്ളാഹിൻ്റെ അടിമയെ റസൂലാണെന്ന് പറഞ്ഞ് അവിടെ നിൽക്കണം. ഇത് നബിയെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ സലാത്തുകൾ, മൗലിദുകൾ നബിയെ തന്നെ വിളിക്കുന്നത്. തങ്ങളെ എന്ന് വിളിക്കും. ഖൗം ആമീൻ ആമീൻ എന്ന് പറയില്ലേ? അള്ളാഹിനെ വിളിച്ചിട്ടില്ല ആമീൻ പറയൽ. സലാത്ത് നഗറിൽ നബിയെ വിളിച്ചിട്ട് നമ്മൾ ആമീൻ കേൾക്കുന്നത് ഷിർക്ക്, പ്രത്യക്ഷമായ ഷിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമടയുന്ന നാളുകളിൽ അവസാനത്തെ 5 ദിവസം ആവർത്തിച്ച് പറഞ്ഞു ഒരേ വിഷയം. ഞാൻ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞാൽ പേടിണ്ട്. അവിടെയാണ് ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ എന്ന് പറഞ്ഞത്, മരിക്കാൻ കാലത്ത്. പിന്നെയും പറഞ്ഞു ലാ തജ്അലൂ ഖബ്രി ഈദ, എൻ്റെ ഖബറിനെ ഉത്സവസ്ഥാനമാക്കരുത്. അത് പറഞ്ഞ പ്രവാചകന്റെ അനുയായികൾ തന്നെ ഖബറിനെ ഉറൂസിൻ്റെയും ഉത്സവത്തിൻ്റെയും സ്ഥാനമാക്കി മാറ്റിയില്ലേ? നമ്മുടെ നാട്ടിൽ ബിസിനസിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയില്ലേ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. ഖബർ പൂജിക്കപ്പെടുന്നതിനെ പ്രവാചകൻ ഭയന്നില്ലേ? പൂർവ്വ സമൂഹം നശിച്ചു പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ലഅനല്ലാഹു അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കളുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. അംബിയാക്കളുടെ തടി തന്നെ മസ്ജിദാക്കാൻ പറ്റില്ല, പിന്നല്ലേ മുടി, അതിന് മസ്ജിദ് ഉണ്ടാക്കി. ഇത് ജൂതന്റെ സമ്പ്രദായമാണ്. ഇതിന് പ്രവാചകന്റെ ശരീരത്തിന് പ്രത്യേകതയില്ലെന്ന് വരില്ല. സ്വഹാബാക്കൾ പ്രവാചകന്റെ വിയർപ്പ് ശേഖരിക്കുകയും ബറക്കത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകന്റെ മുടി കിട്ടിയവർ ബറക്കത്തിന് വേണ്ടി അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കിട്ടിയവരുടെ കാര്യം. എന്നാൽ ഇവിടെ പ്രവാചകന്റെ പേരിൽ കള്ള ഹദീസുകൾ അടിച്ചുകൂട്ടുന്നത് പോലെ പ്രവാചകന്റേതാണ് എന്ന് പറഞ്ഞ് ലോകത്ത് പലയിടത്തും പലതുമുണ്ട്. ഒന്നിനും പ്രവാചകന്റേതാണ് എന്ന് തെളിവില്ല. കള്ള ഹദീസുകൾ തള്ളുന്നത് പോലെ പ്രവാചകന്റെ അവശിഷ്ടങ്ങളാണ് എന്ന് പറയുന്ന വ്യാജാവശിഷ്ടങ്ങളെ തള്ളാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ നമ്മളിങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൻ്റെ പൊരുളും അതാണ്. വലിയ ഒരു ബിസിനസ്,
നമ്മുടെ നാട്ടിൽ ഈ മതം കച്ചവടം ചെയ്തുകൊണ്ട് ഖബർ ബിസിനസ് നടത്തിയതുപോലെ തന്നെ ഇനിയും വരാനിരിക്കുകയാണ്. ദീനും ദുനിയാവും ഒരുപോലെ നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കണം. ശരിയായ വിശ്വാസത്തിലേക്ക് മടങ്ങണം. സ്വഭാവ മര്യാദകളിൽ മാത്രമല്ല പ്രവാചകനെ നമ്മൾ അവലംബിക്കേണ്ടത്. ഒന്നാമതായി ആദർശത്തിലാണ്, തൗഹീദിലാണ്, സുന്നത്തിലാണ്. അതേക്കുറിച്ച് ഇനിയുമുള്ള സന്ദർഭങ്ങൾ വിശദമായി നമുക്ക് സംസാരിക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദയും മാതൃകയും ജീവിതത്തിലുടനീളം പരമാവധി കാത്തുസൂക്ഷിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ അറിവ് കേടുകൊണ്ടും അപക്വത കൊണ്ടും വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനും വന്നുപോയ ജഹലുകളും പാകപ്പിഴവുകളും അതുവഴി പരിഹരിക്കാനും അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു മരണം വരെയും ഏറ്റവും നല്ല ഇണക്കം നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, പ്രയാസങ്ങൾ, രോഗം കൊണ്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ ഈമാനും ഇഖ്ലാസും കാരണമായി നമുക്ക് തുറവി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ ഫറജ്ത വലാ മറളൻ ഇല്ലാ ശഫൈത വലാ ഹാജത മിൻ ഹവായിജി ദുനിയ വൽ ആഖിറ ഇല്ലാ ഖദൈതഹാ യാ അർഹമർ റഹീമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. والسلام عليكم ورحمة الله.